ഹായ് മക്കളെ, നമ്മൾ ഇന്ന് +2 കെമിസ്ട്രിയിലെ ചാപ്റ്റർ 1 ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സാമിന് ഏറ്റവും വരാൻ സാധ്യതയുള്ള ഹൈ പ്രയോറിറ്റിയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ മെയിൻ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ മൊളാരിറ്റി. നമുക്കറിയാം കുറച്ച് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊളാരിറ്റിയാണ്. അപ്പോൾ മൊളാരിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram of NaOH in 500 ml ഓഫ് സൊല്യൂഷൻ. ഒരു മൊളാരിറ്റിയുടെ ചെറിയൊരു പ്രോബ്ലം ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മൊളാരിറ്റിയുടെ ഡെഫിനിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. ഇതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മൊളാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. അല്ല, എല്ലാവർക്കും അറിയാവുന്ന ഡെഫിനേഷനാണ്. ഇനി നമുക്ക് അടുത്ത സെക്കൻഡ് പ്രോബ്ലം, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 10 gram of NaOH in 500 ml ഓഫ് സൊല്യൂഷൻ. അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഹിയർ മാസ് ഓഫ് NaOHൻ്റെ മാസ് നമുക്ക് തന്നിട്ടുള്ളത് 10 gram ആണ്. അതുപോലെ NaOHൻ്റെ മോളാർ മാസ് എല്ലാവർക്കും അറിയാം 40 gram/mol ആണ്. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോകാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ഓക്കെ, മൊളാരിറ്റിയുടെ ഇക്വേഷൻ അതുകൂടാതെ നമുക്ക് വോളിയം നമുക്ക് തന്നിട്ടുണ്ട്. വോളിയം 500 ml ആണ്. ഇനി നമുക്ക് മൊളാരിറ്റിയുടെ ഇക്വേഷൻ നോക്കാം. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം ക്യാപിറ്റൽ M = W × 1000 / M × V in ml. അതിൽ W നമുക്ക് അറിയാവുന്നത് തന്നെ എപ്പോഴും ഗിവൺ മാസ് ആണ്. ഗിവൺ മാസ് എത്രയാണ്? 10 gram ആണ്. അതുപോലെ താഴെയുള്ള ക്യാപിറ്റൽ M എപ്പോഴും മോളാർ മാസ് ആയിരിക്കും. പിന്നെ വോളിയം നമുക്ക് മില്ലി ലിറ്റർ തന്നേക്കുന്ന വാല്യൂ 500 ആണ്. നമുക്ക് ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അത് വരിക. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് Wൻ്റെ സ്ഥാനത്ത് 10 × 1000 / മോളാർ മാസിൻ്റെ സ്ഥാനത്ത് 40. അപ്പോൾ 40 × വോളിയം 500. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 0.5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മൊളാരിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് നമ്മൾ മോളാർ എന്ന് ക്യാപിറ്റൽ M തന്നെയാണ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസർ വരുന്നത് 0.5 മോളാർ എന്നാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ മൊളാരിറ്റിയുടെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഹെൻറീസ് ലോ. അപ്പോൾ സ്റ്റേറ്റ് ഹെൻറീസ് ലോ, മെൻഷൻ എനി വൺ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. അപ്പോൾ ഹെൻറീസ് ലോ എന്താണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പറയാനാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഹെൻറീസ് ലോയ്ക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് പൊതുവേ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. Okay, first one നോക്കാം. Henry's law states that at constant temperature the solubility of a gas in liquid is directly proportional to the pressure of the gas. അപ്പോൾ solubility proportional to pressure of the gas എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൻറീസ് ലോയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് അതിന് മാർക്ക് കിട്ടും. ഇനി അതല്ലെങ്കിൽ or at constant temperature the partial pressure of the gas in vapor phase is proportional to the mole fraction of the gas in the solution. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ഇൻ ദ സൊല്യൂഷൻ എന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞാലും അത് ശരി തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ മക്കൾ പഠിച്ചേക്കുന്ന പാറ്റേണിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റിനുള്ള മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം. ഒരു ആപ്ലിക്കേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. പക്ഷേ നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന NCERT ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് നമ്മുടെ സിലബസിൽ 3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ 3 ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാകും. ഫസ്റ്റ് വൺ ഏറ്റവും സിമ്പിൾ ആണ്. ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹൈ പ്രഷർ കൊടുത്തിട്ടാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ എന്ത് ചെയ്യുക? സീൽ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഹെൻറീസ് ലോ ഉപയോഗിക്കുന്നുണ്ട്. സെക്കൻഡ് പോയിന്റ്, എ കണ്ടീഷൻ നോൺ ആസ് ബെൻസ് ഇൻ സ്ക്യൂബ ഡൈവേഴ്സ്. നമുക്കറിയാം ഡീപ്പ് വാട്ടറിലേക്ക് വലിയ കടലിനടിയിലേക്കും അല്ലെങ്കിൽ വലിയ ആഴങ്ങളിലേക്കൊക്കെ ഡൈവ് ചെയ്യുന്ന ഡൈവേഴ്സ് അവരെന്തുപയോഗിക്കാറുണ്ട്? സ്ക്യൂബ അല്ലേ? അവർ സെൽഫ് കണ്ടെയ്ൻഡ് ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ അവർ ഹീലിയം ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള എയർ ആണ് ഉപയോഗിക്കുക. കാരണം മറ്റൊന്നുമല്ല, നൈട്രജൻ്റെ അളവ് ബ്ലഡിൽ കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ബെൻഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? ഈ പറയുന്ന ഹീലിയം ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള എയർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ജസ്റ്റ് ചുരുക്കി നമ്മൾ പറഞ്ഞാൽ കണ്ടീഷൻ നോൺ ആസ് ബെൻസിൻ സ്ക്യൂബ ഡൈവേഴ്സ്. അപ്പോൾ മാർക്ക് അധികം ഉണ്ടെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മക്കൾ പഠിച്ചേക്കുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ മാത്രമാണ് ഇങ്ങനെ മെൻഷൻ ചെയ്താലും മതി. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് അനോക്സിയ ഇൻ പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഓഫ് ക്ലൈംബേഴ്സ്. അപ്പോൾ
ഉയരങ്ങളിലേക്ക് കയറി പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് മൗണ്ടെയിൻസ് ഒക്കെ ക്ലൈം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഹൈ ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ഓക്സിജൻ്റെ പ്രഷർ കുറയും. ഈ ഓക്സിജൻ്റെ പ്രഷർ കുറയുന്നതനുസരിച്ചിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ ഡിസോൾവ് ആകുന്ന ഓക്സിജൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ചെന്ന് കഴിയുമ്പോൾ ആവശ്യമുള്ള അളവിൽ ബ്ലഡിൽ ഓക്സിജൻ കിട്ടാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു വീക്ക്നെസ് ആണ്, ടോക്സിക് എഫക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ അനോക്സിയ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത് നമുക്ക് ആപ്ലിക്കേഷനായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് നോക്കാം മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് അനോക്സിയ ഇൻ പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ് ഓർ ക്ലൈംബേഴ്സ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 3 പോയിന്റും എഴുതാനായിട്ട് ഇവിടെ പറയുന്നില്ല. ഇവിടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എഴുതാനാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇത് 3ഉം പഠിച്ചു വെക്കുക. കാരണം ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻസ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം. അടുത്ത ശരിക്കും നമ്മുടെ ടെമ്പറേച്ചർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സോൾബിലിറ്റിയിൽ മെയിനായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ടെമ്പറേച്ചർ. അപ്പോൾ ആ ടെമ്പറേച്ചറിൻ്റെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് വൈ അക്വാട്ടിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. അക്വാട്ടിക് ആനിമൽസ് എന്തുകൊണ്ട് കോൾഡ് വാട്ടറിൽ കൂടുതൽ കംഫർട്ട് ആവുന്നു? അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. Okay, dissolution of oxygen is an exothermic process. In cold water, the amount of dissolved oxygen is greater. So, aquatic organisms are more comfortable in cold water, which means ശരിക്കും നമ്മുടെ അക്വാട്ടിക് ആനിമൽസ് വെള്ളത്തിൽ ജീവിക്കുന്ന സമയത്ത് അവർ ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്. ഇത് നമ്മൾ ശ്വസിക്കുന്ന പോലെ സാധാരണ ഓക്സിജൻ അല്ല, ഡിസോൾഡ് വാട്ടറിനകത്ത് ഡിസോൾഡ് ആയിട്ടുള്ള ഓക്സിജനാണ് എന്ത് ചെയ്യണത് അവർ ശ്വസിക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല പ്രഷറിൽ ഓക്സിജൻ അവിടേക്ക് എന്ത് ചെയ്യണം? ഡിസോൾവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സംഭവം കോൾഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഓക്സിജൻ അവിടേക്ക് ഡിസോൾവ് ആകുന്നുണ്ടാകും. എന്നാൽ അതേ സമയത്ത് ടെമ്പറേച്ചർ കൂടിയ ഹോട്ട് സീസൺ ആണെങ്കിൽ വാട്ടറിനകത്ത് ഡിസോൾവ് ആകുന്ന ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. കാരണം ഓക്സിജൻ ഡിസോൾവ് ആകുന്ന പ്രോസസ്സ് ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. സോ ടെമ്പറേച്ചർ കുറയുമ്പോഴാണ് കൂടുതലായിട്ട് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിലേക്ക് ഡിസോൾവ് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഡിസോൾവ് ആയ ഓക്സിജൻ കോൾഡ് കണ്ടീഷനിൽ നല്ല രീതിയിൽ ആർക്ക് കിട്ടും? അക്വാറ്റിക് ആനിമൽസിന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾഡ് വാട്ടറിൽ അവർക്ക് ജീവിക്കാനായിട്ട് നല്ല സുഖമാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അക്വാറ്റിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം. ഡിസൊല്യൂഷൻ ഓഫ് ഓക്സിജൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. ഇൻ കോൾഡ് വാട്ടർ ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഈസ് ഗ്രേറ്റർ. സോ അക്വാറ്റിക് ഓർഗാനിസംസ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഇവിടെ ഒരു ചോദ്യം നോക്കാം. നമുക്കൊരു കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. ഫോർ എത്തനോൾ അസറ്റോൺ മിക്സ്ചർ എ സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ ഈസ് വീക്കർ ദാൻ സൊല്യൂട്ട് സൊല്യൂട്ട് ആൻഡ് എ സോൾവെന്റ് സോൾവെന്റ് ഇൻട്രാക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റോൾസ് ലോ? ഈ ഒരു സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഗീവ് ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അതായത് എത്തനോൾ അസറ്റോൺ മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ഇപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻസിന് എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. നോൺ ഐഡിയൽ തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ ശരിക്കും ഈ ഒരു സൊല്യൂഷൻ റോൾസ് ലോ ഒബേ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് എത്തനോൾ അസറ്റോൺ മിക്സ്ചറിൽ സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ ഈസ് വീക്കർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ ഇൻട്രാക്ഷനും ഒരേപോലെ ആണെങ്കിൽ മാത്രമേ ഒരു സൊല്യൂഷൻ എന്തനുസരിക്കത്തുള്ളൂ? റോൾസ് ലോ അനുസരിക്കത്തുള്ളൂ. അപ്പോൾ ഇൻട്രാക്ഷൻ വീക്ക് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല? ഇത് റോൾസ് ലോ അനുസരിക്കില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഡസ് ദിസ് സൊല്യൂഷൻ ഒബേ റോൾസ് ലോ എന്ന് ചോദിച്ചാൽ നോ, ദിസ് സൊല്യൂഷൻ ഷോസ് എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ. അപ്പോൾ AB ഇൻട്രാക്ഷൻ, അതായത് സൊല്യൂട്ട് സോൾവെന്റ് ഇൻട്രാക്ഷൻ വീക്ക് ആയതുകൊണ്ട് ഇവർ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. അപ്പോൾ ഇവർ റോൾസ് ലോ എന്ത് ചെയ്യില്ല? അനുസരിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗീവ് ദ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് ഫോർ ദിസ് സൊല്യൂഷൻ. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ വരുന്ന ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഈ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഗ്രാഫ് വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒന്ന് നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ഗ്രാഫ് ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ്റെ ഗ്രാഫ് ഉണ്ട്. നമ്മളിവിടെ വരയ്ക്കേണ്ടത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആ ഗ്രാഫ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്രാഫ് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ നമ്മൾ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറും എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനുമാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ നമ്മൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ, അതായത് കൈ A1 കൈ B0, അവിടെ അതിൻ്റെ പ്രഷർ P0A. തൊട്ടപ്പുറത്ത് നമ്മൾ കൈ A0 കൈ B1, അതായത് പ്യുവർ സൊല്യൂട്ട്, അതിൻ്റെ പ്രഷറും നമ്മൾ കാണിക്കുന്നു, മാർക്ക് ചെയ്യണം. ഇനി അതിൻ്റെ ഇടയിൽ ഡോട്ടഡ് ആയിട്ട് കാണിച്ചേക്കുന്ന സ്ട്രെയിറ്റ് ലൈന് ഐഡിയൽ കർവിനെയാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് തന്നെ ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മുകളിലൂടെ അപ്പർ കർവായിട്ട് വേണം നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട്. ആ ഗ്രാഫിൽ ശരിക്കും PA PB അതേപോലെ സൊല്യൂഷൻ്റെ മൊത്തം പ്രഷർ എന്ന് പറയുമ്പോൾ PA + PB ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് വിട്ടുപോകരുത്. അപ്പോൾ ഗ്രാഫ് പ്രത്യേകം നോക്കി വെച്ചോണം. പരീക്ഷയ്ക്ക് ഗ്രാഫ് അതേപടി തന്നിട്ട് അതിൽ മാർക്ക് ചെയ്യാനായിട്ടോ ഇതെന്തിൻ്റെ ഗ്രാഫാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്
പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഡയറക്റ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ്, പോസിറ്റീവ് ഡീവിയേഷൻ്റെയും നെഗറ്റീവ് ഡീവിയേഷൻ്റെയും ഗ്രാഫും അതിനുള്ള എക്സാമ്പിളും എല്ലാവരും നോക്കാൻ മറക്കണ്ട, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നെക്സ്റ്റ്, what type of deviation from Rolle's law is exhibited by a mixture of phenol and aniline? Justify your answer. അപ്പോൾ ഇവിടെ നമുക്കൊരു മിക്സ്ചർ തരുന്നുണ്ട്, മറ്റൊന്നുമല്ല ഫീനോളും അനിലിനുമാണ്. അപ്പോൾ ഇവിടെ എന്ത് ടൈപ്പ് ഡീവിയേഷനാണ് കാണിക്കുക, നമ്മൾ അതിന് റീസൺ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ കാണിക്കുന്ന ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫീനോളിൻ്റെയും അനിലിൻ്റെയും മിക്സ്ചർ കാണിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്, പ്രത്യേകം ഓർത്ത് വെക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ് മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ. ഇനി നമുക്ക് അതിന് കാരണം നോക്കാം. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീനോൾ ഫോം സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് അനിലിൻ. അതായത് ഫീനോൾ നിങ്ങൾക്ക് അറിയാം, ബെൻസീൻ റിംഗിൽ OH ഗ്രൂപ്പ് വരുന്ന മോളിക്യൂളാണ് ഫീനോൾ. അതുപോലെ ബെൻസീൻ റിംഗിലെ NH2 ഗ്രൂപ്പ് വരുന്ന മോളിക്യൂളാണ് അനിലിൻ. അപ്പോൾ ഇവരുടെ മിക്സ്ചർ, ഇവരുടെ തന്നെ സൊല്യൂഷൻസ് തമ്മിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ രണ്ട് മോളിക്യൂൾസും തമ്മിൽ നല്ല രീതിയിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, പരസ്പരം ഹൈഡ്രജൻ ബോണ്ടിങ് വഴി ചേർന്നിരിക്കും. അപ്പോൾ മോളിക്യൂൾസ് സ്വാഭാവികമായിട്ട് വേപ്പറൈസ് ചെയ്ത് വേപ്പേഴ്സ് ആയിട്ട് മാറില്ല. അപ്പോൾ വേപ്പേഴ്സ് ആയിട്ട് മാറാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പ്രഷറിൽ എന്ത് സംഭവിക്കും, കുറവ് സംഭവിക്കും. ഓക്കെ, സോ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എൻറ്ററിംഗ് ടു വേപ്പർ ഫേസ് ഡിക്രീസസ് ആൻഡ് ഹെൻസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഈസ് പ്രെഡിക്റ്റഡ് ബൈ റോൾസ് ലോ. അപ്പോൾ നമ്മൾ നോർമലി റോൾസ് ലോ പ്രകാരം പ്രതീക്ഷിക്കുന്ന പോലെ അത്രയും പ്രഷർ ഉണ്ടാവില്ല. കാരണം ഇവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ പ്രഷർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൂടിയത് കൊണ്ട് മോളിക്യൂൾസ് മുകളിലേക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ ഈ ഫീനോൾ അനിലിൻ മിക്സ്ചർ കാണിക്കുന്ന നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. കാരണം ഫീനോൾ ഫോം സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് അനിലിൻ. അതിൻ്റെ റീസൺ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നമ്മൾ വരുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഹൈ പ്രയോറിറ്റി ഉള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ അത് മറ്റൊന്നുമല്ല, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് സൊല്യൂഷൻസ് ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നെങ്കിൽ തിയററ്റിക്കലായ ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യം ഉണ്ടാവും. എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നേക്കുന്ന ചോദ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? എന്താണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഏതെങ്കിലും രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് നോട്ട് ഓൺ ദെയർ നേച്ചർ. അപ്പോൾ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അത് നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്നത് റൈറ്റ് എനി ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടികളുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന്, ദ ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തേത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തേത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. നാലാമത്തേത് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതി വെച്ചാൽ ആ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്കുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഇനി ഈ രണ്ട് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മാത്രമാക്കണ്ട, 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും നന്നായിട്ട് പഠിച്ചോളുക. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡയറക്റ്റ് ഡിഫൈൻ ചെയ്യാനായിട്ടോ അതിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഷുവർ ഷോർട്ടായിട്ട് പറയാം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിരുന്നു റിവേഴ്സ് ഓസ്മോസിസ്, അല്ലേ? അപ്പോൾ ഇവിടെ അതിനെ ബേസ് ചെയ്തൊരു ചോദ്യം നമുക്ക് കാണാം. വാട്ട് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്? മെൻഷൻ വൺ ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് നമുക്കറിയാം. ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്. സൊല്യൂഷൻ സൈഡിൽ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ഗെറ്റ്സ് റിവേഴ്സ്ഡ്. ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആകും. ആൻഡ് നൗ ദ പ്യുവർ സോൾവെൻറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദി സൊല്യൂഷൻ ത്രൂ ദ സെമി പെർമിബിൾ മെംബ്രെയിൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓസ്മോസിസിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പ്രഷർ കൊടുത്തുകൊണ്ട് ഓസ്മോസിസിനെ നേരെ റിവേഴ്സ് ആക്കുകയാണല്ലോ. അപ്പോൾ പ്യുവർ സോൾവെൻറ്റ് മോളിക്യൂൾസിനെ നമുക്ക് സൊല്യൂഷനിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് ഓസ്മോസിസ്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അവിടെ ഉപയോഗിക്കുന്ന SPM, സെമി പെർമിബിൾ ആയ മെംബ്രെയിൻ്റെ പേരാണ് സെല്ലുലോസ് അസറ്റേറ്റ്. ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. അപ്പോൾ റിവേഴ്സ് ഓസ്മോസിസിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും അത് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, നെക്സ്റ്റ്. ഇനി നമുക്ക് ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ പറ്റിയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ചോദ്യമാണ്. വിച്ച് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റ് ഈസ് ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡിറ്റർമൈനിങ് ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ? പ്രോട്ടീൻസിൻ്റെയൊക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ മറ്റൊന്നുമല്ല, ഓസ്മോട്ടിക് പ്രഷറാണ്.
ഓക്കെ, അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിനെ ഉപയോഗിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഈ നമ്മുടെ പ്രോട്ടീൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പോളിമർ പോലത്തെ ലാർജ് മോളിക്യൂൾസാണ്. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തിന്നായിട്ടുള്ള SPMലൂടെ ഒരിക്കലും കടന്നു പോകില്ല. അപ്പോൾ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പ്രോട്ടീൻസിൻ്റെയൊക്കെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് ഓസ്മോട്ടിക് പ്രഷറാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇനി അതുപോലെ തന്നെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സിമ്പിൾ ചോദ്യമാണ്. 2 സൊല്യൂഷൻസ് ഹാവിംഗ് ഈക്വൽ ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഈസ് കോൾഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഐസോട്ടോണിക് സൊല്യൂഷൻ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെച്ചോളാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ സൊല്യൂഷൻസ് ചാപ്റ്ററിൽ മെയിനായിട്ട് കുറച്ച് പ്രോബ്ലം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആ പ്രോബ്ലം ചോദ്യങ്ങളൊന്ന് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 0.4 gram of non-electrolyte dissolved in 20 gram of benzene lowers its freezing point by 0.75 K. അതായത് 0.4 gram നോൺ ഇലക്ട്രോലൈറ്റ് നമ്മൾ ബെൻസീനകത്തേക്ക് ഡിസോൾവ് ചെയ്യിച്ചു. അപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0.75 കെൽവിൻ ആയിട്ട് 0.75 കെൽവിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ അവിടെ ഉണ്ടായി. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓഫ് ബെൻസീൻ ഈസ് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഓക്കെ, അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചോദ്യം വായിച്ചപ്പോഴേ നമുക്ക് മനസ്സിലായി അവിടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് അല്ലേ. ഫ്രീസിംഗ് പോയിന്റ് ഇത്ര ഡിപ്രഷൻ സംഭവിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് പരിചയപ്പെടാം, നോക്കാം, നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെൽറ്റ TF കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഡെൽറ്റ TF is equal to KF into WB into 1000 divided by WA into MB. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇനി അതിനകത്ത് നമുക്കിവിടെ സോൾവ് ചെയ്യേണ്ടത് MB ആയതുകൊണ്ട് MB കണ്ടുപിടിക്കത്തക്ക രീതിയിൽ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ MBനെ മുകളിലേക്ക് എടുത്തു, ഡെൽറ്റ TFനെ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് MB is equal to KF into WB into 1000 divided by WA into ഡെൽറ്റ TF എന്ന ഇക്വേഷൻ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതണം. അവിടെ നമുക്ക് തന്നിട്ടുണ്ട് WB, അതായത് സോൾവ് ചെയ്ത എമൗണ്ട് ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ട് 0.4 gram ആണ്. അതുപോലെ തന്നെ ഡിസോൾവ് ചെയ്യിച്ചത് 20 gram ബെൻസീനിലാണ്. അപ്പോൾ 20 gram WA ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ലോവർ ചെയ്ത അളവ് ഡെൽറ്റ TF 0.75 K ആണ്. അതുപോലെ KF തന്നിട്ടുണ്ട് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഇനി നമുക്ക് ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. MB മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു നമ്മൾ രണ്ടാമത് എഴുതിയ ഇക്വേഷനകത്തേക്ക് നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് KFൻ്റെ സ്ഥാനത്ത് 5.12, WBയുടെ സ്ഥാനത്ത് 0.4, താഴെ ഡെൽറ്റ TFൻ്റെ സ്ഥാനത്ത് 0.75, WAയുടെ സ്ഥാനത്ത് 20. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളത് പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ 136.55 gram പെർ മോൾ ആണ്. അപ്പോൾ നമുക്ക് മോളാർ മാസ് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ട് മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം, MB കണ്ടുപിടിക്കാനുള്ള ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. നന്നായിട്ട് റെഫർ ചെയ്തോണം. അതിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തേക്കുന്ന ചോദ്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാമിന് വേണ്ടി പോകാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്തൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ 400 cm³ ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് എ പ്രോട്ടീൻ കണ്ടെയ്ൻസ് 1.26 gram ഓഫ് പ്രോട്ടീൻ. അപ്പോൾ 400 cm³ ഉള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷനകത്ത് 1.26 gram ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ദ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സച്ച് സൊല്യൂഷൻ അറ്റ് 300 K ഈസ് ഫൗണ്ട് ടു ബി 2.57 into 10⁻⁻⁴ ATM. അപ്പോൾ ആ രീതിയിലുള്ള സൊല്യൂഷൻ അതിൻ്റെ ടെമ്പറേച്ചർ 300 കെൽവിനാണ്. അപ്പോഴുള്ള അതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ 2.57 into 10⁻⁻⁴ ATM ആണ്. ചോദ്യം കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ MB കണ്ടുപിടിക്കാനാണ് ചോദ്യം. നമുക്ക് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ ആണ് നമുക്ക് തന്നേക്കുന്ന വാല്യൂ. അപ്പോൾ ഈ ചോദ്യം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറയുന്ന മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. ഉറപ്പായിട്ടും നമ്മൾ സോൾവ് ചെയ്യേണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ആപ്ലിക്കേഷൻ ആണ്. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് എടുത്ത് എഴുതാം. ഇവിടെ നമുക്ക് ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ട് WB തന്നിട്ടുണ്ട് 1.26 gram ആണ്. ആറിൻ്റെ വാല്യൂ നമുക്ക് എടുത്ത് എഴുതാം. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് അടുത്ത നമുക്ക് എഴുതാം, നമുക്ക് പൈ, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ സിമ്പിൾ പൈ ആണ്. പൈയുടെ വാല്യൂ 2.57 into 10⁻⁻⁴ ATM തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 300 കെൽവിനകത്ത് തന്നിട്ടുണ്ട്. വോളിയം 400 cm³ ആണ്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 400 cm³ എന്നുള്ളത് നമ്മൾ എന്താക്കണം,
0.4 ലിറ്റർ എന്ന് മാറ്റി എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് പോവാം. ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മൾ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇവിടെ എഴുതിയേക്കുന്നത്. പക്ഷേ നിങ്ങൾ കൂടുതലായിട്ടും പഠിച്ചു വെച്ചേക്കുന്നത് ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ πV = WB/mb × RT എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും. അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് MB കണ്ടുപിടിക്കത്തക്ക രീതിയിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സോ MB = WB/RT πV എന്നുള്ള ഇക്വേഷനാണ്. അപ്പോൾ ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ ഇവിടെയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. WB ഗിവൺ മാസ് 1.26, അതുപോലെ നമുക്ക് ആറിൻ്റെ വാല്യൂ കൊടുക്കാം, അതുപോലെ ടെമ്പറേച്ചർ 300, അതുപോലെ തന്നെ നമുക്ക് താഴെ പൈയുടെ വാല്യൂ 2.57 × 10⁻⁻⁴, ഒപ്പം അവിടെ നമുക്ക് വോളിയം ലിറ്ററിൽ 0.4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടും. ഫൈനൽ ആൻസർ നമുക്ക് ലഭിക്കുന്നത് മോളാർ മാസ് നമുക്ക് ലഭിക്കുന്നത് 30.19 × 10⁻⁴ g/mol എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോളാർ മാസ് കണ്ടുപിടിക്കാം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. നന്നായിട്ട് പഠിച്ചോണം. ഓക്കെ, യെസ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് 18 gram ഓഫ് ഗ്ലൂക്കോസ്, 18 gram ഗ്ലൂക്കോസ്, ഗ്ലൂക്കോസിൻ്റെ ഫോർമുല C6H12O6 is dissolved in 1 kilogram of water in a saucepan. അപ്പോൾ ഒരു 1 kilogram വെള്ളത്തിലേക്ക് 18 gram ഗ്ലൂക്കോസ് എന്ത് ചെയ്തേക്കാണ്, ലയിപ്പിച്ചേക്കാണ്. ഇനി അറ്റ് വാട്ട് ടെമ്പറേച്ചർ വിൽ ഇറ്റ് ബോയിൽ അറ്റ് 1.013 bar. ഒരു പ്രഷർ അവിടെ പറയുന്നുണ്ട്. ഒപ്പം ചോദ്യം ഇതാണ്, ഏത് ടെമ്പറേച്ചറിൽ ഈ ലായനി ബോയിലാകും എന്നാണ് ചോദ്യം. ഓക്കെ, ദെൻ KB ഓഫ് വാട്ടറിൻ്റെ KB നമുക്ക് തരുന്നുണ്ട്. മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റ് 0.52 കെൽവിൻ kg/mol ആണ്. അതുപോലെ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ നമുക്ക് തരുന്നുണ്ട്, അത് 373.15 കെൽവിൻ ആണ്. ഇനി നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം അല്ലേ. ഓക്കെ, അതായത് 18 gram എന്ത് ചെയ്തു, 18 gram ഗ്ലൂക്കോസ് നമ്മൾ വെള്ളത്തിലേക്ക് ലയിപ്പിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് മൊത്തത്തിൽ വീഴും. നമ്മൾ പഠിച്ചേക്കണതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് സംഭവിക്കുക. അപ്പോൾ ആ എത്രത്തോളം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് സംഭവിച്ചു, അതിന് ശേഷമുള്ള സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. അതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എടുത്ത് എഴുതാം. പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന പോലെ WB ഗിവൺ മാസ് ഓഫ് ദി സൊല്യൂട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അത് 18 gram ആണ്. അതേപോലെ ഡിസോൾവ് ചെയ്യിച്ചത് വാട്ടറിലേക്കാണ്, 1 kilogram ആണ്. സോ WA 1 kilogram, ദാറ്റ് ഈസ് 1000 ഗ്രാമിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 1000 gram ആണ്. KB തന്നേക്കുന്ന വാല്യൂ 0.52. ദെൻ മോളാർ മാസ് ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ സൈഡിൽ മാറ്റിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മോളാർ മാസ് ഓഫ് MB അവിടുത്തെ ഗ്ലൂക്കോസിൻ്റേത് 180 ആണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ നമുക്ക് TB0 പ്യുവർ സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചർ, അതായത് ബോയിലിംഗ് പോയിന്റ്, വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 373.15 കെൽവിൻ ആണ്. ഇനി ΔTB നമ്മൾ കണ്ടുപിടിക്കണം. എത്രത്തോളം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് അവിടെ സംഭവിച്ചു എന്നത് നമ്മൾ സോൾവ് ചെയ്യണം. അതുപോലെ TB സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി നമുക്കത് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇക്വേഷനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ΔTB എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ഇക്വേഷൻ ആണ്. ΔTB = KB × WB × 1000 / MB × WB. ഇതാണ് നമ്മുടെ WB അല്ല WA. നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ΔTB = KBയുടെ വാല്യൂ 0.52 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1000 അവിടെ ഉണ്ട്. WBക്ക് പകരം നമ്മൾ 18 കൊടുത്തു. / താഴെ ശരിക്കും MB മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് MB 180. അതുപോലെ ശരിക്കും WA എന്ന് വെച്ചാൽ ഗിവൺ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആണ്. അത് പറയുന്നുണ്ട് 1000 gram ആണ്. അത് സെയിം തന്നെ വന്നു. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ വാല്യൂസൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ΔTBയുടെ വാല്യൂ 0.052 എന്നാണ് നമുക്ക് ആൻസർ വരിക. അപ്പോൾ 0.052ൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇൻക്രീസ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. ചോദ്യം ΔTB കണ്ടുപിടിക്കാനല്ല, സൊല്യൂഷൻ്റെ ഫൈനലി ഉള്ള ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് അതിൻ്റെ കൺസെപ്റ്റിലേക്ക് പോവാം. നമുക്കറിയാം ഓൾസോ ΔTB = TB - TB0, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ ആൻഡ് ദ പ്യുവർ സോൾവെൻ്റ് ആണ്. പ്യുവർ സോൾവെൻ്റ് ബോയിലിംഗ് പോയിന്റ് ആണ് TB0. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, നമ്മുടെ സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ദാറ്റ് ഈസ് TB ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ ΔTB നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് 0.052 ആണ്. സോ 0.052 = TB - 373.15. അതായത് പ്യുവർ സോൾവെൻറ്റിൻ്റെ പ്യുവർ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് TB കിട്ടാനായിട്ട് TB നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എന്ത് ചെയ്യുക, TB = 0.052 + 373.15 ചെയ്യുക, കൂട്ടുക.
എത്രത്തോളം എലിവേഷൻ ബോയിലിംഗ് സംഭവിച്ചോ അത് ആദ്യം ഉണ്ടായിരുന്ന സോൾവെന്റിന്റെ ബോയിലിംഗ് പോയിന്റിലേക്ക് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 373.202 കെൽവിൻ കിട്ടും. അതായിരിക്കും ഫൈനലി ഉള്ള സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചോദ്യം എലിവേഷൻ ബോയിലിംഗ് പോയിന്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ചോദ്യമാണ്. അത് നല്ല രീതിയിൽ റെഫർ ചെയ്ത് പഠിച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിയും. അപ്പോൾ ഇനി ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് വാൻ ഹോ ഫാക്ടർ. അതായത് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അബ്നോർമൽ മോളാർ മാസ് സംഭവിക്കും. അതിന് കാരണം നിങ്ങൾക്ക് അറിയാം, അസോസിയേഷൻ ഡിസോസിയേഷൻ ആണ്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കിയേക്കണം. അപ്പോൾ അത് കഴിഞ്ഞത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് വാൻ ഹോ ഫാക്ടർ. അപ്പോൾ ഈ വാൻ ഹോ ഫാക്ടറിന്റെ ആപ്ലിക്കേഷൻ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ ഓഫ് വാൻ ഹോ ഫാക്ടർ ഫോർ NaCl. അപ്പോൾ NaClന്റെ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ശരിക്കും നിങ്ങൾക്കറിയാം, ഏതൊരു സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറലി ഒരു സോൾട്ടിൻ്റെ ഫോമുല നമുക്ക് AX+AXBY എന്നുള്ള ഫോമുല എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം അതിൽ 2 കണ്ടന്റ് ഉണ്ടാവും, എയും ഉണ്ടാവും ബിയും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ എണ്ണം അതിന് താഴെ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ നമ്മൾ MgSO4 അല്ലെങ്കിൽ NaCl എന്നൊക്കെയുള്ള ഫോമുലയുടെ താഴെ നമുക്കറിയാം ശരിക്കും CaCl3 അങ്ങനെ. അപ്പോൾ CA ഒരെണ്ണം, Cl3 3 അങ്ങനെ താഴെയുള്ള വാല്യൂസ് ഉണ്ട്. അതിവിടെ XY എന്നുള്ള റെപ്രസെൻറ്റേഷൻ എടുക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ആ സോൾട്ടിൻ്റെ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാൻ ഇത്രയും ചെയ്താൽ മതി. വാൻ ഹോ ഫാക്ടർ I = X+Y. താഴത്തെ ആ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ നോക്കാം. നമുക്ക് NaClൻ്റെയാണ് ചോദ്യം. അപ്പോൾ NaClൻ്റെ കേസ് നമുക്കറിയാം, ഒരു സോഡിയം ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവുമാണ് NaCl അല്ലേ. ഓരോന്ന് വെച്ചാണ് ഫോമുലയിൽ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ അത് നമ്മൾ 1 ആയിട്ട് പരിഗണിക്കാം. സോ എക്സും 1 ആണ്, വൈയും 1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വാൻ ഹോ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് 1 + 1 = 2 വരും. അത് NaCl ഡിസോൾവ് ചെയ്യുമ്പോൾ 2 അയോൺസ് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇപ്പോൾ ശരിക്കും സോൾട്ടിൻ്റെ ഡിസോല്യൂഷൻ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് എത്രത്തോളം അയോൺസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ശരിക്കും വാൻ ഹോ ഫാക്ടർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് നമുക്ക് ഫോമുലയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴിയാണ് ഈ താഴത്തെ X+Y നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വാൻ ഹോ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ സൊല്യൂഷൻസ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ എല്ലാ മക്കളും നല്ല രീതിയിൽ പഠിക്കുക, അടിപൊളിയായിട്ട് പരീക്ഷ എഴുതാം. ഓൾ ദി ബെസ്റ്റ്. ഹലോ ഹായ് മക്കളെ, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് 3rd ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് ആണ്. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു. എന്തെല്ലാമായിരുന്നു കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടാകും. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്റ്റന്റ് ആൻഡ് പ്രൊഡക്റ്റ് എഴുതാൻ പഠിച്ചു. റേറ്റ് ലോ എഴുതാൻ പഠിച്ചു. അതിനുശേഷം ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണെന്നൊക്കെ പഠിച്ചു. ഓർഡറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 0 ഓർഡർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് എഴുതാനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചു. ദെൻ നമ്മൾ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ എന്താണെന്നും അതിന്റെയും ഹാഫ് ലൈഫിന്റെ ഡെറിവേഷൻസ്, ഹാഫ് ലൈഫ് ഓഫ് എ 0 ഓർഡർ റിയാക്ഷനും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും നമ്മൾ നോക്കി. ഇത്രയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് റിയാക്ടന്റ് ടേംസിലായിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരാളെ എടുത്തു, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ്, കാറ്റലിസ്റ്റ് ഡിപ്പെൻഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കെമിക്കൽ കൈനറ്റിക്സിൽ എന്തായാലും വരുമെന്ന് സാധ്യതയുള്ള കുറേയധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മക്കളും നല്ല സെറ്റ് ആയിട്ടിരുന്നോ? നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഇതിന് മുന്നത്തെ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരാൻ പോകുന്നത്. ദാ വരുന്നു സ്ക്രീനിലോട്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യമാണ്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രൊഡക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. നമുക്കറിയാം ഒരു യൂണിറ്റ് ടൈമിലുള്ള റിയാക്ടന്റിന്റെയോ പ്രൊഡക്റ്റിന്റെയോ കോൺസെൻട്രേഷനിലുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ദാ വരുന്നു എ പാർട്ട് ചോദ്യം. എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇൻ ടേംസ് ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേംസിൽ ദാ ഈ കാണുന്ന ഒരു ഇക്വേഷനെ എന്ത് എഴുതണം? നമ്മൾ ആവറേജ് റേറ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആയിട്ട് എഴുതണം. ഇക്വേഷൻ ഇതാണ്, 2NO + O2 gives 2NO2. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് എഴുതുക എന്നുള്ളത്. 2 രീതിയിലാണ് നമുക്ക് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ എഴുതാൻ പറ്റുന്നത്. റേറ്റ് ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷന്റെ റേറ്റ് ആയിട്ടും ആവറേജ് റിയാക്ഷന്റെ റേറ്റ് ആയിട്ടും എഴുതാം. ഇൻസ്റ്റന്റേനിയസ് ആണെങ്കിൽ ഇതാ വരുന്നു മക്കളെ ഉത്തരം. ഇൻസ്റ്റന്റേനിയസ് ആവറേജും വന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് വരുന്നതെങ്കിൽ നമ്മളുടെ നമ്പർ ഓഫ് മോൾസിന് എന്ത് ചെയ്യണം?
മൈനസ് ഇട്ട് 1/2 ആയിട്ട് എഴുതണം. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇവിടെ ഇൻസ്റ്റന്റേനിയസ് റേറ്റിന്റെ അകത്ത് -1/2 ആ മൈനസ് സൈൻ എന്തുകൊണ്ടാണ് വന്നത്? ഒരു റിയാക്ഷനിൽ റിയാക്റ്റന്റുകൾ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. റിയാക്റ്റന്റുകൾ പങ്കെടുത്താണ് എന്തുണ്ടാകുന്നേ? പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. റിയാക്റ്റന്റിന്റെ എമൗണ്ട് കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റേറ്റ് ഓഫ് ഇൻസ്റ്റന്റേനിയസ് എഴുതുമ്പോഴും ആവറേജ് എഴുതുമ്പോഴും റിയാക്റ്റന്റിന്റെ റേറ്റിന്റെ അകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും മൈനസ് സൈൻ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. സോ നമുക്ക് ആൻസറിൽ -1/2 ആ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് NO ആണ്. ഈ NOയിലെ 2 ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത്. D ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Na ഡിവൈഡഡ് ബൈ dt ഇസ് ഈക്വൽ ടു, വീണ്ടും നമുക്കൊരു റിയാക്ടന്റ് കൂടിയുണ്ട്, ഓക്സിജൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ അടുത്ത റിയാക്ടന്റ്. സോ അടുത്ത റിയാക്ടന്റ് ഓക്സിജന്റെയും നമ്മൾ ഇതേപോലെ തന്നെ എഴുതുന്നു, -DO2 കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡഡ് ബൈ dt ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ആരാണ്? 2NO ആണ് നമ്മളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, 2NO2. ഈ 2NO2നെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റിന് നമുക്ക് മൈനസ് സൈൻ ആവശ്യമില്ല. സോ നമുക്ക് എഴുതാം 1/2 D കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ dt. ഇനി ഇത് തന്നെ ഇൻസ്റ്റന്റേനിയസ് ആണ് നമ്മൾ D വെച്ച് റെപ്രസെന്റ് ചെയ്തത്. ഇത് തന്നെ നമ്മൾ ഇനി ആവറേജ് ആണെങ്കിൽ ഡെൽറ്റ വെച്ച് റെപ്രസെന്റ് ചെയ്യും. വേറെ ഒരു വ്യത്യാസം അവിടെ ഇല്ല. ഇൻസ്റ്റന്റേനിയസും ആവറേജും റേറ്റ് ഇക്വേഷൻ എഴുതാൻ നേരത്ത് ആകെ ഒരു വ്യത്യാസം ഉള്ളത്, ഒന്നിൽ D ആയിരിക്കും, മറ്റേതിൽ ഡെൽറ്റ ആയിരിക്കും. അപ്പൊ ഇവിടെ D എന്ന് പറയുന്ന പൊസിഷനിൽ ആര് വരും? ഡെൽറ്റ വരും. -1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NO ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ആൻഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഇവിടുത്തെ D എന്നുള്ളതിനെ മാറ്റി ഡെൽറ്റ ആക്കുന്നു, ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് O2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇതാണ് നമ്മുടെ A പാർട്ട് ചോദ്യത്തിന്റെ ഉത്തരം. നമുക്ക് നോക്കാം ഇതിന്റെ B പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ B പാർട്ട്. നമുക്കൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. N2 + 5 gives 2NO2 + ½ O2 ആണ് നമ്മളുടെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, നമുക്കൊരു ഹിന്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് ഓഫ് K കണ്ടുപിടിക്കാൻ റേറ്റ് കോൺസ്റ്റന്റ് ആണ് K എന്ന് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എല്ലാ മക്കൾക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു യൂണിറ്റ് ഓഫ് K കണ്ടുപിടിക്കാനായിട്ട് ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു അത്? ദാ വരുന്നു നമ്മളുടെ ജനറൽ ഇക്വേഷൻ. യൂണിറ്റ് ഓഫ് K കണ്ടുപിടിക്കാനുള്ള ജനറൽ ഇക്വേഷൻ ആണ് മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇവിടെ 1 - n സ്ഥാനത്ത് n എന്നുള്ളതിന് എന്ത് കൊടുക്കണം? നമ്മള് n എന്നുള്ളടത്ത് 1 എന്ന് കൊടുക്കാം. 1 ആണ് കൊടുക്കേണ്ടത്. കാരണം എന്താണ്? n എന്ന് പറയുന്നത് ഏത് ഓർഡർ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ n എന്ത് കൊടുക്കുക? 1 കൊടുത്തു. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ഉത്തരം കിട്ടും മക്കളെ? നമുക്ക് എന്ത് ഉത്തരം കിട്ടും? മോൾ റേസ് ടു 1 - 1 0 ആണ്, ലിറ്റർ റേസ് ടു 1 - 1 0 ആണ്. സോ മോൾ റേസ് ടു 0 1 കിട്ടും, ലിറ്റർ റേസ് ടു 0 1 കിട്ടും. 1 × 1 × സെക്കൻഡ് ഇൻവേഴ്സ്. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നു സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ അകത്ത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം എഴുതാം സെക്കൻഡ് ഇൻവേഴ്സ്. എങ്ങനെയാണ് ഇത് വന്നതെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ദാ വരുന്നു, കാൽക്കുലേറ്റ് ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് 90% ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ വേർ K is equal to 0.2303 സെക്കൻഡ് ഇൻവേഴ്സ്. നമ്മളുടെ ഒരു ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷൻ അതിന്റെ 90% കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കണം? 90% കംപ്ലീറ്റ് ആവണം. ഒരു 100% ഇരിക്കുന്ന ഒരു സാധനം 90% കംപ്ലീറ്റ് ആവാനായിട്ട് എത്ര ടൈമാണ് വേണ്ടത്? അതൊരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. Kയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എങ്ങനെ ആൻസർ എഴുതാം മക്കളെ? നമ്മൾ പഠിച്ചു ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിലെ K വാല്യൂ എന്ന് പറയുന്നത് ദാ വരുന്നു ആൻസർ ആയിട്ട് നമ്മളുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷന്റെ K വാല്യൂ. For first order reaction K is equal to 2.303/T log R0/R ആണ്. ഇവിടത്തെ ഈ R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, R എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. T ടെമ്പറേച്ചർ, K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട് മക്കളെ? K ഉണ്ട്, റേറ്റ് കോൺസ്റ്റന്റ് K വാല്യൂ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. R0 നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി പറഞ്ഞു ഒരു റിയാക്ഷൻ 90% കംപ്ലീറ്റ് ചെയ്തു എന്ന്. അപ്പൊ ആ റിയാക്ഷൻ തുടങ്ങുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 100% ആയിരിക്കും. 100 ആയിട്ടാണ് നമ്മൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എടുക്കേണ്ടത്. 90% കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 100ൽ നിന്ന് 90നെ കുറച്ചാൽ 10 ആണ് നമ്മളുടെ R എന്ന് പറയുന്നത്. ദാ വരുന്നു ചോദ്യത്തിന്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട്.
ഫോർ ദ 90% കംപ്ലീഷൻ R0 എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് തുടക്കത്തിൽ അതൊരു 100% ഇരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് R0 100 ആണ്. ആൻഡ് അടുത്ത സാധനം എന്ന് പറയുന്നത് ഫൈനൽ കോൺസെൻട്രേഷൻ R ആണ്. ഈ 100 ഉണ്ടായിരുന്ന സാധനത്തിന്റെ 90% തീർന്നുപോയി എന്ന് വെച്ചാൽ 100 - 19 വിച്ച് ഈസ് ഈക്വൽ ടു 10 ആണ്. R0യും Rഉം കിട്ടി. ക്വസ്റ്റ്യനിൽ K ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി മക്കളെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടിയുടെ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് വേണ്ടത് ടി ആണ്. ടി ഈസ് ഈക്വൽ ടു ടൈം എത്രയാണെന്നാണ് നമുക്ക് വേണ്ടത്. ടി ഈസ് ഈക്വൽ ടു 2.303 K log R0/R എന്നായി മാറും നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ 0.2303 log 100/10 എന്ന് കിട്ടും. ഇതിന്റെ ആൻസർ കാൽക്കുലേറ്റർ എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഉടനടി കിട്ടും. സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷനും ആൻസറും ആണ് വരുന്നത്. ഇങ്ങനെ ഒരു ചോദ്യം എല്ലാ വർഷവും വരുന്നതാണ്. സോ നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. എന്താണ് കാൽക്കുലേറ്ററിൽ കുത്തിയാൽ കിട്ടുക എന്നുള്ളത്. വിച്ച് ഈസ് ഈക്വൽ ടു 10 seconds. ടൈം ആയതുകൊണ്ട് സെക്കൻഡ്സിലാണ് നമ്മൾ എഴുതുന്നത്. 10 seconds ആണ് ടൈം എന്ന് പറയുന്നത്. ഇതാണ് അടുത്തൊരു മോഡൽ ചോദ്യം എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. For a reaction A plus B gives C plus D. ഒരു റിയാക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. A plus B എന്ന് പറയുന്നത് C plus D ആയിട്ടാണ് പ്രൊഡക്റ്റിനെ തരുന്നത്. The rate equation is R is equal to rate equation നമുക്ക് തന്നിട്ടുണ്ട്. റേറ്റ് ലോ പ്രകാരമാണ് റേറ്റ് ഇക്വേഷൻ തന്നിരിക്കുന്നത്. റേറ്റ് ഇക്വേഷൻ R is equal to K into A raised to 3/2 and concentration of B raised to 1/2. Give the overall order and molecularity of the reaction. ഇതിന്റെ ഓവറോൾ ഓർഡറും മോളിക്യുലാരിറ്റിയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓർഡർ കണ്ടുപിടിക്കാൻ ഒരു റേറ്റ് ഇക്വേഷൻ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് ഇക്വേഷൻ റേറ്റ് ലോ പ്രകാരമുള്ള റേറ്റ് ഇക്വേഷന്റെ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവേഴ്സിന്റെ സം ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഓവറോൾ ഓർഡർ ഇസ് ഈക്വൽ ടു ഇതാണ് നമ്മളുടെ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ലോ എന്ന് പറയുന്നത് R is equal to K into concentration of A raised to 3/2 into concentration of B raised to 1/2. അതിന്റെ പവേഴ്സിന്റെ സം ആണ്. പവേഴ്സ് 3/2 ഉം 1/2 ആണ്. സം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 3/2 plus 1/2 is equal to 4/2 and 4/2 is equal to 2 ആണ്. So overall order of this reaction is equal to 2 ആണ്. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് മോളിക്യുലാരിറ്റി. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. ഇവിടെ എയും ബിയും ആണ് കമ്പൈൻ ചെയ്യുന്ന റിയാക്ടിംഗ് സ്പീഷീസ്. എ ഒരാളാണുള്ളത്, ബി ഒരാളാണുള്ളത്. സോ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് എത്ര വരും മക്കളെ? മോളിക്യുലാരിറ്റി 1 + 1 is equal to 2 ആണ് മോളിക്യുലാരിറ്റി വരിക. ഇങ്ങനെ ഒരു ചോദ്യവും പരീക്ഷയ്ക്ക് വരും. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നിട്ട് അതിന്റെ ഓർഡറും മോളിക്യുലാരിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി അടുത്തൊരു ഇക്വേഷനിലോട്ട് പോകുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്കാണ് പോകുന്നത്. റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി. വീണ്ടും വന്നിരിക്കുന്നു ഓർഡറും മോളിക്യുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. എനി 3 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടാകും. 3 ഡിഫറൻസിനെ ഇതാ കാണിക്കുന്നു. ഒന്നാമത് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെഫിനീഷൻ എന്താണോ അത് തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. നമ്മൾ ഇപ്പൊ കണ്ടോളൂ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റേറ്റ് ലോ എക്സ്പ്രഷന്റെ പവേഴ്സിന്റെ നമ്മൾ കോൺസെൻട്രേഷൻ ടേംസിലാണ് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുന്നത്. ആ കോൺസെൻട്രേഷൻ ടേംസിലെ അതിന്റെ പവേഴ്സിന്റെ സം ആണ് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര റിയാക്ടിംഗ് സ്പീഷീസ് ഉണ്ടായിരുന്നോ സൈമുൾട്ടേനിയസ് ആയിട്ട് അവർ കൊളൈഡ് ചെയ്തിട്ടാണ് ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടിംഗ് സ്പീഷീസ് കൊളൈഡ് സൈമുൾട്ടേനിയസ്ലി ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഓർഡറിന്റെ അടുത്തൊരു ഇത് നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ അല്ല, തിയറട്ടിക്കൽ കൺസെപ്റ്റ് ആണ്. അടുത്തത് നോക്കാം. ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. നമുക്ക് ഓർഡർ എന്ന് പറഞ്ഞാൽ 0 ഓർഡർ വരാം, ഫ്രാക്ഷണൽ വരാം. ഇപ്പൊ നമ്മൾ കണ്ടു അത് തന്നെ 1/2 അപ്പുറത്ത് ഒരു 0 ആയിരുന്നെങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് 1/2 + 0 is equal to 1/2 ഫ്രാക്ഷൻ വരാം. പക്ഷേ മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് കാനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. എപ്പോഴും ഒരു ഹോൾ നമ്പർ ആയിട്ടായിരിക്കും മോളിക്യുലാരിറ്റി കിട്ടുക. ഇതാണ് ഒരു 3 ഡിഫറൻസ് ഓഫ് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി. ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഏരിയ. എന്തായാലും ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഏരിയയിൽ നിന്നും ഒന്നില്ലെങ്കിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഓർഡറിനെയോ മോളിക്യുലാരിറ്റിയോ
കണ്ടുപിടിക്കാൻ എന്തായാലും ചോദിച്ചിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഹൂസ് റേറ്റ് കോൺസ്റ്റന്റ് ഈസ് 200 സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ടി ഹാഫിനെ കണ്ടുപിടിക്കാനാണ്. റേറ്റ് കോൺസ്റ്റന്റ് കെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. കെ ആണ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ഹിയർ കെ ഇസ് ഈക്വൽ ടു 200 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നമ്മുടെ കയ്യിൽ ഹാഫ് ലൈഫ് ടി ഹാഫിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് മക്കളെ? ടി ഹാഫിന്റെ ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0. ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/k ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? 1 മാർക്കിനോ 2 മാർക്കിനോ ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലും ഒരു റേറ്റ് കോൺസ്റ്റന്റ് കെ തന്നിട്ട് ടി ഹാഫിനെ കണ്ടുപിടിക്കാൻ പറയും, ഇല്ലെങ്കിൽ ടി ഹാഫ് തന്നിട്ട് റേറ്റ് കോൺസ്റ്റന്റ് കെ കണ്ടുപിടിക്കാൻ പറയും ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടി ഹാഫ് ഇസ് ഈക്വൽ ടു നമുക്ക് കൊടുക്കാം 0.693 ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ 200 ആണ്. കാൽക്കുലേറ്റർ എടുത്ത് കുത്തിയാൽ നമുക്ക് ഉത്തരം കിട്ടുന്നു. ദാ വരുന്നതാണ് നമ്മളുടെ ഉത്തരം 0.0035 സെക്കൻഡ്. ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദാ വരുന്നു അടുത്തൊരു ചോദ്യം. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു? സത്യം പറഞ്ഞ റിയാക്ഷൻ എന്തായിരിക്കും? ഹയർ ഓർഡർ ആയിരിക്കും. പക്ഷെ അവന്മാര് ഫോൾസ് ഓർഡർ ആയിരിക്കും കാണിക്കുക. അവന്മാര് നമ്മൾ വിചാരിക്കും ഹയർ ഓർഡർ ആണ്, പക്ഷെ അവന്മാർ എന്തേ ചെയ്യുള്ളൂ? ഫസ്റ്റ് ഓർഡറിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അതിനെയാണ് നമ്മൾ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാ വരുന്നു എക്സാമ്പിൾസ്. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഒരെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. സോ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർന്നോ ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർന്നോ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദാ പിടിച്ചോ. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ സീറോ ഓർഡർ കെമിക്കൽ റിയാക്ഷൻ. ഒരു സീറോ ഓർഡർ കെമിക്കൽ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി നേരത്തെ ഒന്ന് ചെയ്തു. ഏതായിരുന്നു? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് കെ നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ഇൻവേഴ്സ് ആയിരുന്നു. അവിടെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു മക്കളൊന്ന് ഓർത്ത് നോക്കിയേ. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n-1 സെക്കൻഡ് ഇൻവേഴ്സ്. അവിടെ എന്നിന്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? നേരത്തെ നമ്മൾ 1 കൊടുത്തു, പക്ഷെ ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ എന്ത് കൊടുത്താൽ മതി? 0 കൊടുക്കുക. 0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താ വരുന്നു? ആൻസർ ദാ വരുന്നു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അവിടെ ആകെ ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. n എന്നുള്ളത് ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അവിടെ പോയിട്ട് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടുന്നു മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. A first order reaction is found to have a rate constant K. വീണ്ടും നമ്മൾ ഫസ്റ്റ് ഓർഡർ വിട്ടൊരു കളിയില്ല, ഫുള്ള് ഫസ്റ്റ് ഓർഡറിലാണ്. സോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഹാഫ് ലൈഫ് ഓഫ് എ റിയാക്ഷൻ. ഇപ്പൊ തന്നെ എല്ലാവരെയും മൈൻഡിൽ വന്ന് കാണും. K ഉണ്ട്, ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ടി ഹാഫ് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പൊ അതിന് കൂടെ തന്നെ ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യനും കൂടെ വായിക്കുവാണ്. റൈറ്റ് ദ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻ ഇറ്റ്. ഇതും നമ്മൾ നേരത്തെ നോക്കിയ ഒരു ഇക്വേഷൻ ആണ്. സോ ആൻസറിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് K നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. K എന്ന് പറയുന്നത് 6.8 × 10⁻⁻14 സെക്കൻഡ് ഇൻവേഴ്സ് ആയിരുന്നു. ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നിട്ട് ഹാഫ് ലൈഫ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ടി ഹാഫ് ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്തായിരുന്നു? ഇപ്പൊ നമ്മള് റീസെന്റ് ആയിട്ട് ഒന്ന് ചെയ്ത് നിർത്തിയേ ഉള്ളൂ. ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ കെ ആണ് വരുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ടി ഹാഫിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.693 ഡിവൈഡഡ് ബൈ നമ്മുടെ കെ വാല്യൂ 6.8 × 10⁻⁻14. 10-14 അല്ല, 10⁻⁻14 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ ടി ഹാഫിന്റെ ഇക്വേഷന്റെ ആൻസർ നമുക്ക് കിട്ടുന്നു is equal to 1.019 × 10⁻13 സെക്കൻഡ്. ഇതാണ് ടി ഹാഫിന്റെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എ പാർട്ടിൽ ചോദിച്ചിരുന്നത്. ബി പാർട്ട് ചോദ്യം നമ്മളോട് ചോദിച്ചിരുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതിയിട്ട് അതിലുള്ള ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിരുന്നു. സോ ദാ വരുന്നു നമ്മളുടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ. ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ K is equal to
2.303/t log R0/R ആണ്. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതെന്തായാലും ഇപ്പൊ തന്നെ ബൈ ഹാർട്ട് ചെയ്തു, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാനും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഇതാ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കാണ്. അപ്പൊ എന്തായാലും ഇതിൽ നിന്നൊരു ചോദ്യം ഷുവർ ഷോട്ട് ക്വസ്റ്റ്യനിൽ വന്നു, കാരണം ഡയറക്റ്റ് ആയിട്ടും ചോദിക്കും അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കും. ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. R0 is the initial concentration of the reactant. റിയാക്ടന്റിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. R എന്ന് പറഞ്ഞാൽ is the concentration of reactant at time t, അതായത് ഫൈനൽ കോൺസെൻട്രേഷൻ ആണ്. ടി എന്ന് പറയുന്ന ടൈമിലുള്ളപ്പോൾ ഉള്ള അവരുടെ കോൺസെൻട്രേഷൻ ആണ് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് പറയുന്നത്. അതർവൈസ് ഇറ്റ്സ് എ ഫൈനൽ കോൺസെൻട്രേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ അടുത്തൊരു ചോദ്യം നമ്മൾ പരിചയപ്പെട്ടത്. ഇതും നമ്മളുടെ ഫസ്റ്റ് ഓർഡറും നമ്മളുടെ ഹാഫ് ലൈഫും കൂടെ മിക്സ് ചെയ്തൊരു ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യന്റെ ബി പാർട്ട് ആയിട്ട് നമ്മൾ ചെയ്തു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഇപ്പൊ തന്നെ ഇതിൽ നിന്ന് എല്ലാവരുടെയും മനസ്സിൽ വന്നു കാണും ഏതാണ് ഉത്തരം എന്നുള്ളത്. ബി അല്ലേ ഉത്തരം മക്കളെ? നോക്കിക്കേ, ബി ആണ് ഉത്തരം. എന്താ വന്നു? സെക്കൻഡ് ഇൻവേഴ്സ് ആണ് ഫസ്റ്റ് ഓർഡർ കെമിക്കൽ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് അല്ല ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഓക്കെ അല്ലേ മക്കളെ? നമ്മൾ ഇത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. കൺസിഡർ ദ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ. നമ്മുടെ അതിലൊരു സ്യൂഡോ ഓർഡർ റിയാക്ഷൻ തന്നിട്ടുണ്ട്. CH3CO C2H5 plus H2O gives CH3COOH, അസറ്റിക് ആസിഡ്, എഥനോള്, C2H5OH. ഇതാണ് നമ്മുടെ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി ഓഫ് ദ എബോ റിയാക്ഷൻ, അതാണ് നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. അതായത് ചോദ്യം മുഴുവൻ ഞാനിപ്പോ വായിക്കുവാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം മനസ്സിലിരുന്നോ? ഒന്നാമത്തെ ചോദ്യം ഓർഡർ ആൻഡ് മോളിക്യുലാരിറ്റി. സ്യൂഡോ എന്ന് പറയുമ്പോൾ തന്നെ കിട്ടിക്കാണും ഏതാണ് ഓർഡർ എന്നുള്ളത്. സ്യൂഡോ ഓർഡർ ഏതാണ് ഓർഡർ എന്ന് ഇപ്പൊ തന്നെ കിട്ടിക്കാണും. മോളിക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലെ കൊളൈഡിങ് സ്പീഷീസുകൾ എത്ര ഉണ്ടോ അതാണ് മോളിക്യുലാരിറ്റി ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, ഗീവ് ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഓഫ് ദ എബോ റിയാക്ഷൻ. ഈ മുകളിൽ തന്നിരിക്കുന്ന റിയാക്ഷന്റെ റേറ്റ് ലോ എക്സ്പ്രഷൻ അതും ഏകദേശം സെറ്റായി കാണും. കാരണം റേറ്റ് ലോ എഴുതാൻ നിർത്തി ഇവർ ഏത് ഓർഡർ ആണെന്ന് കിട്ടിയാൽ റേറ്റ് ലോ എഴുതാൻ സിമ്പിൾ ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഹാപ്പൻ ടു ദ റേറ്റ് ഓഫ് ദ എബോ റിയാക്ഷൻ വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 ഈസ് ഡബിൾഡ്. ഈ പറഞ്ഞ റിയാക്ടന്റിലെ ഒരാള് CH3COO C2H5 അതിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആയാൽ എന്ത് സംഭവിക്കും? ഇതാണ് നമ്മളുടെ 3 പാർട്ട് ചോദ്യങ്ങൾ. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഉത്തരം ഇപ്പൊ എല്ലാവരും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആൻസറിലേക്ക് പോവാണ്. ഒന്നാമത്തെ എ പാർട്ടിന്റെ ആൻസർ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. അതെങ്ങനെ വന്നു എന്ന് ഇപ്പൊ കിട്ടിക്കാണും. സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അവര് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ആണ്, ബട്ട് ഇറ്റ് ആക്ച്വലി ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. മോളിക്യുലാരിറ്റി പക്ഷേ 1 ആണോ? അല്ല. കാരണം എന്താണ്? അവിടെ കൂടെ റിയാക്ട് ചെയ്യാൻ വാട്ടർ കൂടെ ഉണ്ടായിരുന്നു. സോ മോളിക്യുലാരിറ്റി എന്ന് പറയുന്ന ഒരിക്കലും 1 അല്ല, 2 ആണ് വരിക. 2 മോളിക്യൂൾസ്, 2 സാധനങ്ങളാണ് തമ്മിൽ റിയാക്ട് ചെയ്ത്. സോ മോളിക്യുലാരിറ്റി എന്ന് പറയുന്നത് 2 ആണ് കിട്ടുക. ഇനി നമ്മളുടെ ബി പാർട്ട് ചോദ്യം ചോദിച്ചിരുന്നത് ഇവരുടെ റേറ്റ് ലോ എഴുതാനായിരുന്നു. ദാ വരുന്നു ബി പാർട്ടിന്റെ ഉത്തരം. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു K into K എന്ന് പറഞ്ഞാൽ റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്ടന്റ്. റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ആണ് എഴുതേണ്ടത്. ആരാണ് അവിടുത്തെ എഫക്റ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ആള്? ഈ കാണുന്ന സാധനം CH3COO C2H5 ആണ് എഫക്റ്റീവ് റിയാക്ടന്റ്. സോ ഇതാണ് നമ്മളുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആക്കി മാറ്റിയാൽ റേറ്റിന് എന്ത് സംഭവിക്കും? ഇപ്പൊ തന്നെ മനസ്സിലായി. റേറ്റും ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് എത്ര കൂടുന്നോ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ അത്രയും തന്നെ കൂടുന്നുണ്ട്. അപ്പൊ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്ര കൂടുന്നോ അതനുസരിച്ച് എന്തും കൂടും? റേറ്റും കൂടുന്നു. സോ നമുക്ക് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ ഡബിൾ ആയി മാറിയാൽ റേറ്റ് എന്ന് പറയുന്നതും ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് നമുക്ക് പറയാം റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഓൾസോ ഗെറ്റ് ഡബിൾഡ്. ഇതാണ് നമ്മളുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല സിമ്പിൾ സാധനങ്ങളാണ് ട്ടോ മക്കളെ. എല്ലാം ഏകദേശം ഒരേ ഏരിയ തന്നെയാണ് കവർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒന്ന് നോക്കുക നിങ്ങൾ.
ഇത്രയും നേരം ഒരേ ഏരിയ പഠിച്ച് മടുപ്പായില്ലേ? അപ്പൊ നമുക്കിനി അടുത്തൊരു ഏരിയയിലോട്ട് പോകാം. അടുത്തൊരു ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് റൈറ്റ് അരീനിയസ് ഇക്വേഷൻ. എന്താണ് അരീനിയസ് ഇക്വേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അരീനിയസ് ഇക്വേഷൻ എല്ലാവർക്കും നല്ല സെറ്റ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മള്. അരീനിയസ് ഇക്വേഷൻ ദാ വരുന്നു മക്കളെ. അരീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ K is equal to AE raised to minus EA/RT ആണ്. ക്വസ്റ്റ്യനിൽ നിങ്ങളോട് അരീനിയസ് ഇക്വേഷൻ ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി, ഫുൾ മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. അരീനിയസ് ഇക്വേഷൻ K is equal to AE raised to minus EA/RT ആണ്. K എന്താന്ന് നിങ്ങൾക്കറിയാം, റേറ്റ് കോൺസ്റ്റന്റ്. എ എന്ന് പറയുന്നത് അരീനിയസ് ഫാക്ടർ ആണ്, ഈ എക്സ്പോണൻഷ്യൽ ആണ്. മൈനസ് EA എന്ന് പറഞ്ഞാൽ ആക്ടിവേഷൻ എനർജി ആണ്. R എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. T is the temperature. ഇതാണ് നമ്മളുടെ അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അരീനിയസ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, അതർവൈസ് നമ്മളോട് വേറൊരു രീതിയിലും ചോദിക്കും. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എങ്ങനെ കണക്ട് ചെയ്യാം? അരീനിയസ് ഇക്വേഷൻ വെച്ച് കണക്ട് ചെയ്യാം. ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റന്റ് കെയും കണക്ട് ചെയ്യുന്നതും അരീനിയസ് ഇക്വേഷൻ ആണ്. സോ അങ്ങനെ ചോദിച്ചാലും അരീനിയസ് ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ബി പാർട്ട് ചോദ്യം, rate of a reaction doubled when temperature is increased from 298 Kelvin to 308 Kelvin. Calculate the activation energy. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ആക്ടിവേഷൻ എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യണം. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതും രണ്ട് ടെമ്പറേച്ചർ, T1 ഉണ്ട് T2 ഉണ്ട്. റേറ്റ് കോൺസ്റ്റന്റും രണ്ടെണ്ണം ഉണ്ട്. K എന്ന് പറയുന്ന ഒരു റേറ്റ് കോൺസ്റ്റന്റ്, അത് കഴിയുമ്പോൾ പറയുന്നു അത് ഡബിൾഡ് ആയി മാറുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ടെമ്പറേച്ചർ രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലായി ഇതല്ല ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ, ആക്ടിവേഷൻ എനർജിയെ കണ്ടുപിടിക്കാൻ നമ്മളുടെ കയ്യിൽ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ഏതായിരുന്നു? പയറ്റാൻ വേണ്ടി പഠിച്ച, നമ്മൾ പ്രോബ്ലംസിൽ പയറ്റാൻ പഠിച്ച നമ്മളുടെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ദാ വരുന്നു. വി ഹാവ് ദാറ്റ് ലോങ് ഇക്വേഷൻ is equal to log K2 divided by K1 which is equal to EA divided by 2.303 R T2 minus T1 divided by T1 T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമ്മുടെ കയ്യിൽ ആരൊക്കെ ഉണ്ട് മക്കളെ? ടെമ്പറേച്ചേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്, T1 ഉണ്ട് T2 ഉണ്ട്. ടെമ്പറേച്ചർ T1 T2 എന്ന് പറയുന്നത്, T1 എത്രയായിരുന്നു? T1 is equal to 2.303 കെൽവിനും T2 is equal to, സാർ ഒന്ന് കാണിച്ചോളൂ, T1 is equal to 2.303 കെൽവിനും T2 is equal to 303 കെൽവിനും ആണ് ടെമ്പറേച്ചർ വരുന്നത്. നമുക്കിനി ഈ ടെമ്പറേച്ചറിനെ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ആരെയാണ് വേണ്ടത്? K1ഉം K2ഉം ആണ് വേണ്ടത്. K1 ഓൾറെഡി പറഞ്ഞു. K1 എന്ന് പറയുന്നത് ഒരു സാധനം, ഒരു റേറ്റ് കോൺസ്റ്റന്റ്, ആ വാല്യൂ നമുക്കറിയില്ല. പക്ഷെ K2 നമുക്കറിയാം, ആദ്യം ഉള്ളതിന്റെ ഇരട്ടിയാണ്. അപ്പൊ നമുക്ക് അതിനെ നമ്മൾ എന്ത് കൊടുക്കും? മാക്സ് വേരിയബിൾ എക്സ് എന്നാണ് കൊടുക്കുന്നത് മാക്സിലേക്ക്. ഇവിടെ നമ്മൾ K1ന് എന്ത് കൊടുക്കുന്നു? K1ന് എക്സ് എന്ന് കൊടുക്കും. അതിനു മുന്നേ ഇവിടെ നമുക്ക് അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരാണ്? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് R. അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഒരു ഫിക്സഡ് വാല്യൂ ആണ്. R is equal to യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് which is equal to 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇതാണ് നമ്മുടെ ആറിന്റെ വാല്യൂ. ഇനി നമ്മൾ K പറഞ്ഞു. K1 എന്ന് പറയുന്നതും K2 എന്ന് പറയുന്നതും ഉണ്ട്. K1 എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, സോ നമ്മൾ എന്ത് കൊടുക്കുന്നു? അറിയില്ല, എക്സ് എന്ന് കൊടുക്കുന്നു. K2 എന്ന് പറയുന്നതിന് അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഡബിൾഡ് ആയി മാറി എന്നാണ് പറയുന്നത്. K2ന് 2x എന്ന് കൊടുക്കാം. ഇനി എന്ത് ചെയ്താൽ മതി? നമ്മള് ഇക്വേഷനിലോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. log 2x/x is equal to EA divided by, EA ആണ് കണ്ടുപിടിക്കേണ്ടത്, ആക്ടിവേഷൻ എനർജി. അതിന് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡഡ് ബൈ 2.303 into 8.314 into T2 എന്ന് പറയുന്നത് 308 മൈനസ് 298 ആണ്. ഡിവൈഡഡ് ബൈ T1 എന്ന് പറയുന്നത് 298 into 308. ഇത് ചെയ്താൽ മതി. ഇതിനെ നമ്മൾ ഇനി എന്ത് ചെയ്യുക? കണ്ടുപിടിക്കേണ്ട ആളെ മാത്രം ഒന്ന് പുറത്തേക്ക് എടുക്കുക. ആരാണ് കണ്ടുപിടിക്കേണ്ടത്? ആക്ടിവേഷൻ എനർജി EA ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളവരെ മൊത്തം നമ്മൾ അപ്പുറത്തേക്ക് കൊടുക്കുന്നു. അതിന് മുന്നേ log 2x/x എന്താ മക്കളെ? എക്സും ക്യാൻസൽ ആയി പോയാൽ log 2 കിട്ടും. log 2ന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ചാൽ നമുക്ക് ഏകദേശം 0.3010 എന്ന് കിട്ടും. അപ്പൊ അതിനെയും അപ്പുറം കൊടുക്കുക, EA മാത്രം ഇപ്പുറത്തേക്ക് എടുക്കുക. ആക്ടിവേഷൻ എനർജിയെ ഇപ്പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ള ടേംസ് മുഴുവനായിട്ടും അപ്പുറത്തേക്ക് പോവാണ്. അതിനെ നമുക്ക് എന്ത് കിട്ടും എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആക്ടിവേഷൻ എനർജി EA is equal to എന്ത് കിട്ടും? log 2x/
എക്സ് എന്ന് പറഞ്ഞാൽ log 2 ആണ്. അതിന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. പിന്നെ നമ്മളുടെ ഇവിടെ കിടന്നിരുന്ന 2.303 ഇൻറ്റു 8.314 ദാ കിടക്കുന്നു. പിന്നെ നമുക്ക് ആരാണുള്ളത്? ഈ കിടക്കുന്ന സാധനം 298 ഇൻറ്റു 308 ആണ്. ബാക്കിയുള്ളത് ആ മുകളിലുള്ള 308 മൈനസ് 298 അത് മാത്രമാണ് ആ സൈഡിൽ മുകളിൽ ഉണ്ടായിരുന്നത്. ഇപ്പുറം വരുമ്പോൾ അത് താഴത്തേക്കായി മാറി 10 ആയി മാറി. ഇതിനെ കാൽക്കുലേറ്റർ ഇട്ട് കുത്തി കുത്തി നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? ഈ എ ഇസ് ഈക്വൽ ടു ആൻസർ ഇതാ വരുന്നു 52,897.7 ജൂൾ പെർ മോൾ ആണ്. അതാണ് നമുക്ക് കിട്ടുക. ഇതിനെ നമുക്ക് കിലോ ജൂളിലാക്കണമെങ്കിൽ ഒരു 3 ഡിജിറ്റ് ഇപ്പുറത്തേക്ക് പോയിന്റ് ഇട്ടാൽ മതി. അതിന് ആൻസർ നമുക്ക് കിട്ടും 52.898 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. രണ്ടാണെങ്കിലും കറക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇത്രയും വലിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ എന്തായാലും കാൽക്കുലേഷനിൽ ചെറിയ ചെറിയ എറേഴ്സ് ഒക്കെ വരും. അതില്ലാണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ബ്രാക്കറ്റ് ഇട്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനൊക്കെ ചെയ്യുക. എവിടെയൊക്കെ ബ്രാക്കറ്റ് അനിവാര്യമാണോ ആവശ്യമായിട്ട് തോന്നുന്നോ അവിടെയൊക്കെ ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒരാൾക്ക് കിട്ടിയ വാല്യൂ ആയിരിക്കില്ല അടുത്ത ആൾക്ക് കിട്ടുന്നത്. അതൊന്നും ഓർത്ത് ടെൻസ്ഡ് ആവണ്ട. കിട്ടുന്ന വാല്യൂ അവിടെ എഴുതി വെക്കുക. യൂണിറ്റ് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തൊരു ഇക്വേഷൻ എഴുതുമ്പോഴും ഫൈനൽ ആൻസറിലും ഇക്വേഷന്റെ ഇൻ ബിറ്റ്വീൻ ഒക്കെ നമ്മൾ എന്ത് എഴുതണം? യൂണിറ്റ് എഴുതണം. യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. യൂണിറ്റുകളൊക്കെ എഴുതാം. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദാ വരുന്നു ചോദ്യം. വാട്ട് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ? ഇത്രയും നേരം പ്രോബ്ലം കണ്ടതിന്ന് ഒരു മഴ പെയ്ത് തോർന്ന സുഖത്തിൽ നമ്മൾ വരുന്നു ഒരു എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യനിലേക്കാണ്. വാട്ട് ഈസ് എ സീറോ ഓർഡർ റിയാക്ഷൻ? ഗീവ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. സിമ്പിൾ ആണല്ലേ. എന്താണ് സീറോ ഓർഡർ റിയാക്ഷൻ? നമ്മളുടെ റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റേറ്റ് ലോ എഴുതിയാൽ അതിൽ 0 ആണ് ഓർഡർ വരുന്നതെങ്കിൽ അതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം റേറ്റ് ഓഫ് ദ റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും എന്താണ്? സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ദാ വരുന്നു നമ്മളുടെ ഡെഫിനീഷൻ എന്ന് പറയുന്നത്. സീറോ ഓർഡർ റിയാക്ഷൻ മീൻസ് rate of the reaction is independent of concentration of the reactant. റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. റിയാക്റ്റന്റ് കോൺസെൻട്രേഷൻ എന്തോ ആയിക്കോട്ടെ അതൊന്നും നമ്മുടെ വിഷയത്തിൽ പോലും വരുന്ന ആൾക്കാരല്ല. അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മുടെ സീറോ ഓർഡർ റിയാക്ഷൻ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ 0 ആയിരിക്കും. അതിനെ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മളോട് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഗീവ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ ചെയ്ത് പഠിച്ച കാര്യമാണ്. ദാ വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കണമെന്നൊക്കെ പറഞ്ഞു. അതിന് മുന്നേ ദാ സീറോ ഓർഡർ റിയാക്ഷന്റെ എക്സാമ്പിൾ കൂടി ഉണ്ട് കേട്ടോ. ചോദ്യത്തിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും എഴുതിക്കോ, കാണുന്ന ടീച്ചറിന് ഒരു ഇംപ്രഷൻ ആയിക്കോട്ടെ. ഡിപ്പോസിഷൻ ഓഫ് NH3 എന്ന് പറഞ്ഞ അമോണിയാണ് ഓൺ ഗോൾഡ് സർഫസ്. ഇക്വേഷനും കൂടി ഉണ്ട്. 2NH3 gives N2 plus 3H2. ഒരു ഡികമ്പോസിഷൻ പ്രോസസ് ആണ്. ഈ ഡികമ്പോസിഷൻ നടക്കുന്നത് ഗോൾഡ് സർഫസിലായിരിക്കും. ഇതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. ഇവിടെ അമോണിയയുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് നമുക്കിതൊരു സീറോ ഓർഡർ റിയാക്ഷൻ ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ആയിരുന്നു. ദാ വരുന്നു റേറ്റ് കോൺസ്റ്റന്റ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ഇസ് ഈക്വൽ ടു മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞു. എങ്ങനെയാണ് ഈ സാധനം കിട്ടിയെന്നുള്ളത്? ജനറൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ജനറൽ ഇക്വേഷനിൽ ഓർഡർ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 0 ഒന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഉത്തരം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ഓൺ ദ റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ. റേറ്റ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷനിലെ കാറ്റലിസ്റ്റിന്റെ എഫക്ട് എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ആ ഒരു സ്പീഡിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നു, കൂട്ടാനോ കുറയ്ക്കാനോ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അവന്മാരെങ്ങനെയാണ് ഈ റിയാക്ഷൻ എഫക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ അവരവരുടെ ആക്ടിവേഷൻ എനർജിയെ കുറച്ചുകൊണ്ട് പുതിയൊരു ഓൾട്ടർനേറ്റീവ് പാത്ത് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലൂടെ എളുപ്പത്തിൽ എത്താനായിട്ട് ഈ പറഞ്ഞ കാറ്റലിസ്റ്റ് സഹായിക്കും. ഒരു 100 മീറ്റർ ദൂരം നമ്മൾ നടക്കേണ്ട സാധനമാണെങ്കിൽ കാറ്റലിസ്റ്റ് വന്നാൽ നമുക്ക് വേണമെങ്കിൽ പറന്നപ്പുറം എത്താം. അത്രയും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് കാറ്റലിസ്റ്റ്. നമുക്ക് നോക്കാം എന്താണ് കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ്. കാറ്റലിസ്റ്റ് ലോവേഴ്സ് ദ ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജിയെ കുറയ്ക്കുന്നു. ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് എന്ത് ചെയ്യും? പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റ് പാത്ത് ഫോർ ദ റിയാക്ഷൻ ടു ഹാപ്പൻ. റിയാക്ഷന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റ് പാത്തിനെ തരുന്നു. ഇതാണ് നമ്മളുടെ കാറ്റലിസ്റ്റിന്റെ എഫക്റ്റ്. അപ്പൊ ഏകദേശം നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിന്റെ എല്ലാ ഏരിയകളും നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പ്രോബ്ലംസ് ഒരുപാട് വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. ഇതിൻ്റെ അകത്തുനിന്ന് തിയറിയും വരും. ഒരു സമാധാനത്തിനും സമാധാനിപ്പിക്കാനും വേണ്ടി കുറച്ച് തിയറിയൊക്കെ വരും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? സെറ്റായിട്ട് ചാപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ചോദ്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്ത് തന്നെ നോക്കുക മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. ഓക്കെ. ഓക്കെ, അപ്പോ ഓൾറെഡി നിങ്ങൾ കെമിക്കൽ കൈനറ്റിക്സിന്റെയും സൊല്യൂഷൻസിന്റെ 2 ചാപ്റ്ററുകൾ ഫസ്റ്റും തേർഡും ചാപ്റ്ററുകൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്.
അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി നമുക്ക് 2 ചാപ്റ്ററുകളാണ് വരുന്നത്, ഇലക്ട്രോ കെമിസ്ട്രിയും അതുപോലെ തന്നെ D&F ബ്ലോക്ക്. ഇതിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടാന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത്. പക്ഷെ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ മാത്രം ഫോക്കസ് ചെയ്താൽ തന്നെ നല്ലൊരു സ്കോർ അതിൽ നിന്ന് നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകളിൽ. അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് ഡാനിയൽ സെൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇതേതാ നോക്കിക്കോ. ഗീവ് ദി സെൽ റെപ്രസെന്റേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ എഴുതുക. അതേപോലെ തന്നെ if the standard electrode potential of a Daniell cell is 1.1, calculate the standard Gibbs energy change for the reaction. Gibbs energy ചേഞ്ചും E0 സെല്ലും തന്നിട്ട് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും തന്നിട്ടുണ്ടെങ്കിൽ അത് തമ്മിൽ ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ ചെയ്യാം. സെൽ റെപ്രസെന്റേഷൻ എഴുതാനും അതുപോലെ ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് എഴുതാനായിട്ടും ഡാനിയൽ സെൽ ബേസ് ചെയ്തിട്ട് എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യനുകൾ വരുന്നതാണ്. അത് പഠിച്ചിരിക്കാം. സിമ്പിൾ ആണ്. നമുക്ക് സിങ്കും കോപ്പറും കൂടിയാണ് ഡാനിയൽ സെല്ലിൽ വരാം. അപ്പൊ സിങ്ക് Zn2+ ആകും, Cu2+ എന്ന് പറയുന്നത് Cu ആയിട്ട് മാറും. അപ്പൊ നമ്മൾ സെൽ റെപ്രസെന്റേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയായിരിക്കും Zn ബാർ Zn2+ ഡബിൾ ബാർ സോൾട്ട് ബ്രിഡ്ജ് ആണ് Cu2+ A Cu എന്നായിരിക്കും എഴുതാം, ബാർ Cu എന്നായിരിക്കും. സോ ഇത് അങ്ങനെ തന്നെ പഠിക്കുക. ഡാനിയൽ സെല്ലിന്റെ സെൽ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ആനോഡ് കാഥോഡുകളും അതുപോലെ ആനോഡ് കാഥോഡ് റിയാക്ഷനുകളും അതിൽ എന്തായാലും നോക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. ഗിബ്സ് എനർജി ചേഞ്ച് കണ്ടുപിടിക്കണം. ഗിബ്സ് എനർജി ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ RG ആണ് ഉദ്ദേശിക്കുന്നത്. E0 സെല്ലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒറ്റ ഇക്വേഷൻ ആണ് ഡെൽറ്റ RG0 - NF E0 സെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിന്റെ വാല്യൂ സ്റ്റാൻഡേർഡ് ഇതിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. F എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. E0 സെല്ല് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പൊ അതിന്റെ വാല്യൂസ് നോക്കണം. എന്നിന്റെ വാല്യൂ ഡാനിയൽ സെല്ലിന് പഠിച്ചിരിക്കാൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. കാരണം അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ 2 ഇലക്ട്രോൺസ് ആണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ എന്നിന്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും. എഫിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 96500 കൊളൂംബ് ആണ്. ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 96500 കൊളൂംബ് ആണ് വരിക. ആൻഡ് E0 സെൽ എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ RG0 കണ്ടുപിടിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ RG0 എന്ന് പറഞ്ഞിട്ട് എന്താ -2 × 96500 × 1.1. ഫൈനൽ ആൻസർ നമുക്ക് -212,300 ജൂൾ പെർ മോൾ ആയിരിക്കും കിട്ടാം. ഇതായിരിക്കും നിങ്ങൾക്ക് ആദ്യം കിട്ടുക. ജൂളിലാ കിട്ടുക. എനർജി ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, കിലോ ജൂളിലോട്ട് മാറ്റാം. അപ്പൊ ഒരു ബൈ 1000 ചെയ്യാം. ബൈ 1000 ചെയ്താൽ -212.3 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും വരാം. -212.3 കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു 2 ആൾക്കാരെ നോക്കിയാൽ മതി, ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഇക്വേഷൻ ബേസ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ ഒരു അധികം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സെക്ഷനാണ് സെല്ലുകളുടെ കാര്യം. പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലുകളും. അത് പഠിക്കാനായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അതിലെ ഇക്വേഷനുകളെല്ലാം പഠിച്ചു വരുമ്പോഴത്തേക്കും മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകൾ നമുക്കൊന്ന് ചെയ്യാം. റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ്. നോക്കാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ ആൻഡ് ഗീവ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. അവർക്കുള്ള ഒരു എക്സാമ്പിളുകൾ കൊടുക്കുക, ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പ്രൈമറിയും സെക്കൻഡറി സെല്ലുകൾ തമ്മിൽ. അപ്പോൾ പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളടാ. പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞാൽ പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് ബി റീചാർജ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പ്രൈമറി സെൽ എന്ന് വിളിക്കുക. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യാൻ പറ്റും, അറ്റ് ദ സെയിം ടൈം അവരെന്ത് ചെയ്യാം, ഇപ്പോൾ റീയൂസ് ചെയ്യാനും പറ്റും. സോ അങ്ങനെയുള്ളവരെയാണ് സെക്കൻഡറി സെൽ എന്ന് വിളിക്കുക. സോ സെക്കൻഡറി സെല്ലിൽ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ റീചാർജ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ സെൽ റിയാക്ഷൻ ഉണ്ട് അവിടുത്തെ, അത് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അതേസമയം പ്രൈമറി സെല്ലിൽ നമുക്ക് സെല്ലിൻ്റെ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് റിവേഴ്സ് ചെയ്യാന്നുള്ള ഒരു പോയിന്റും കൂടി നിങ്ങൾ പഠിച്ചിരിക്കുക. നമ്മുടെ ഒരു സെല്ലിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഒരു 1 ആണെന്ന് വെച്ചോ, 1 വോൾട്ട് ആണെങ്കിൽ അതിൽ കൂടുതൽ പൊട്ടൻഷ്യൽ നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ സെക്കൻഡറി സെല്ലാണെങ്കിൽ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാം, റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഒരു പ്രൈമറി സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ E0 വാല്യൂ ഉണ്ട് 1 ആണെന്ന് വെച്ചോ, അതിൽ കൂടുതൽ അപ്ലൈ ചെയ്താൽ റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അവിടെ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡറി സെല്ലിൻ്റെ കേസിൽ മാത്രമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. E0 വാല്യൂ കൂടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും വരാമെന്നുള്ളത്. ഈ വാല്യൂ കൂടുതൽ നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സെൽ പൊട്ടൻഷ്യൽ കൂടുതൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ റീചാർജിങ് ഒക്കേഴ്സ് കേട്ടോ. റീചാർജിങ് ആയിരിക്കും നടക്കുക. ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകൾ കൂടി പഠിച്ചിരിക്കണം. പ്രൈമറി സെക്കൻഡറി സെല്ലുകളുടെ സിമ്പിളാണ്. പ്രൈമറി സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈ സെല്ല് പറയാം, ഡാനിയൽ സെല്ല് പറയാം, ലെക്ലാഞ്ചെ സെൽ എന്ന് പറഞ്ഞ സെല്ല് പറയാം, മെർക്കുറി കാഡ്മിയം സെല്ലുകൾ പറയാം. ഓക്കെ, ഇനി സെക്കൻഡറി സെല്ലിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയും. പിന്നെ നിക്കൽ കാഡ്മിയം സെല്ലും.
ഈ രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളുകൾ എന്തായാലും പഠിച്ചേക്കാം. ഡ്രൈ സെല്ലും ഡാനിയൽ സെല്ലും അതുപോലെ തന്നെ ലെക്ലാഞ്ചെ സെല്ല് പറയാം. പിന്നെ ഒരെണ്ണം കൂടി ഉള്ളത് മെർക്കുറി സെല്ല്. ഇതാണ് നമ്മൾ മെയിൻലി പ്രൈമറി സെല്ലുകളുടെ എക്സാമ്പിളായിട്ട് പറയാം. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എക്സാമ്പിൾക്ക് വരാനുള്ളതാണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ കാര്യം. ഓക്കെ, നമുക്ക് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ കാര്യം കൂടി നോക്കാം. എപ്പോഴും സെല്ലുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളണം. ആനോഡ്, കാഥോഡ്, അതുപോലെ സെൽ റിയാക്ഷനുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇതേടാ നോക്കിക്കോ, സർ കാണിച്ചോ. സോ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ റിയാക്ഷൻ നോക്കാം. Lead storage battery is commonly used in automobiles. Is an example for a secondary cell. Okay, write the reaction name of the anode and cathode used in the cell. അതാണ് ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ് എന്നുള്ളതാണ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആണ്, എന്നാൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്. എന്തായാലും എഴുതി നോക്കാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡ് ആയിട്ട് വരുന്ന ലെഡ് ആണ്, കാഥോഡ് ആയിട്ട് വരുന്നത് ഗ്രിഡ് ഓഫ് ലെഡ് പാക്ഡ് വിത്ത് PbO2 ലെഡ് ഡയോക്സൈഡ് ആണ്. ലെഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് എന്ന് എഴുതിയാലും മതി, അതിൽ കൂടുതലായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആണ്. ബട്ട് ലെഡ് പാക്ഡ് വിത്ത് PbO2 എന്ന് എഴുതിയാൽ ഓക്കെ ഫൈൻ, അങ്ങനെ എഴുതി നിർത്താം. ആനോഡും കാഥോഡും, ആനോഡ് വരുന്ന ലെഡാണ്, കാഥോഡ് വരുന്നത് തിരിച്ച് പാക്ക് ചെയ്തു എന്നുള്ള ഫോമിലാണ്. ഇനി സെക്കൻഡ് വൺ ആണ് റൈറ്റ് ദ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ആനോഡ് ആൻഡ് കാഥോഡ്. ഇതാണ് ഇത്തിരി ടഫായിട്ട് വരാം. ഇത് എഴുതി പഠിച്ചോളാം, എന്നാലേ നമുക്ക് റിമൈൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓർക്കില്ല, അല്ലെങ്കിൽ എക്സാമിന് പോകുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും. എഴുതി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് എഴുതി നോക്കാം, അപ്പോൾ അറിയാൻ പറ്റും ഏതാണ് മറന്നു പോകുന്നത്. അതൊന്നും കൂടി ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. സോ ആനോഡിലെ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം. ആനോഡിൽ ലെഡ് അല്ലേ വരാം, ലെഡ് SO4 2- ചേർന്ന് PbSO4ഉം 2 ഇലക്ട്രോൺസും ആയിരിക്കും നടക്കുക. കാരണം അവിടെ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് Pb എന്ന് പറയും Pb2+ ആയിട്ട് മാറും. അപ്പോൾ PbSO4 + 2 ഇലക്ട്രോൺ. കാഥോഡിൽ വെച്ച് PbO2 റിയാക്ഷൻ നടക്കുക. നമുക്ക് നോക്കാം. PbO2 SO4 2- 4H+ കൂടി ചേർന്നിട്ട് +2 ഇലക്ട്രോൺ PbSO4 + 2H2O എന്നുള്ള ഫോമിലോട്ട് മാറണ്ട. അപ്പോൾ ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ നമ്മൾ എന്തായാലും നോക്കി. ഇതേപോലെ തന്നെ ഈ ഒരു ലെഡ് സ്റ്റോറേജ് ബാറ്ററിയെ ബേസ് ചെയ്ത് വരുന്നതാണ് റീചാർജ് ചെയ്യുന്ന കേസിനെ പറഞ്ഞിട്ട്. ഈ ഒരു സബ് ക്വസ്റ്റ്യനുകളിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇത് ലാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചേക്കുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സാർ കാണിച്ചോ. സോ സെയിം അതിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഹൗ ദിസ് സെൽ ക്യാൻ ബി റീചാർജ്. എങ്ങനെയാണ് റീചാർജ് ചെയ്യാന്ന്. അതായത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി റീചാർജ് ചെയ്യാൻ നമ്മളൊന്നുമില്ല, നമ്മൾ ഓൾറെഡി ഉള്ള പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ അവിടെ അപ്ലൈ ചെയ്യുക. സാർ കാണിച്ചോ. സോ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഷുഡ് ബി ഹയർ ദാൻ ദി പൊട്ടൻഷ്യൽ ഓഫ് ദി സെൽ. സെല്ലിന്റെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിനെ റീചാർജ് ചെയ്യാൻ പറ്റും. ഇത് തന്നെ തിരിച്ചും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സെല്ലിൽ ഒരു എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഹയർ ആണെന്ന് വെച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഹയർ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കുക എന്നുള്ളത്, സെല്ല് റീചാർജ് ആവും. സെക്കൻഡറി സെല്ലായിരിക്കണം. സെക്കൻഡറി സെല്ലിൽ ഈ പറഞ്ഞ കാര്യം നടത്തി കഴിഞ്ഞാൽ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ നോർമൽ പൊട്ടൻഷ്യലിനേക്കാളും സെല്ലിന്റെ പൊട്ടൻഷ്യലിനേക്കാൾ കൂടുതലായിട്ട് വരികയാണെങ്കിൽ അവിടെ റീചാർജ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ട്. റീചാർജിങ് ഒക്കേഴ്സ് എന്ന് എഴുതിയാൽ മതി. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ലാസ്റ്റ് ഇയർ ബോർഡ് എക്സാമിന് ചോദിച്ച 1 മാർക്കിന്റെ ചോദ്യമായിരുന്നു അത്. എന്തായാലും നോക്കിയേക്കാം. ഓക്കെ, റീചാർജിങ് ഒക്കേഴ്സ് എന്നുള്ളതാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ക്വസ്റ്റ്യനുകൾ ചോദിക്കാം. ഓക്കെ, ഇത് സെക്കൻഡറി സെല്ലുകളെ ബേസ് ചെയ്ത് ഇനിയും നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ, കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടി ചെയ്യാം. ഇതേടാ നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിക്കോ. വാട്ട് ആർ സെക്കൻഡറി ബാറ്ററീസ്? അല്ലെ, സിമ്പിൾ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഡിഫറൻസസ് പറഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ നോക്കിയാണ് എന്താണ് സെക്കൻഡറി ബാറ്ററീസ് എന്നുള്ളത്. അല്ലെ, എന്താ സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറയുന്നത്? ദീസ് ആർ ഇലക്ട്രോ കെമിക്കൽ വിച്ച് ക്യാൻ ബി റീചാർജ് ഓർ റീയൂസ്. റീചാർജ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെക്കൻഡറി സെൽസ് എന്ന് വിളിക്കാം. റൈറ്റ് ദ ഇലക്ട്രോഡ് റിയാക്ഷൻ ഇൻ ദ ആൻഡ് ഓവറോൾ സെൽ റിയാക്ഷൻ ഹാപ്പൻ ഇൻ ദ ലെഡ് സ്റ്റോറേജ് ബാറ്ററി വെൻ ഇറ്റ് ഈസ് ഇൻ യൂസ്. ഏതൊക്കെയാണ് അതിലുള്ള ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ വരുന്ന യൂസ്? ഓൾറെഡി നമ്മൾ ആനോഡിലെയും കാഥോഡിലെയും നോക്കിയായിരുന്നു. എന്തായിരുന്നു? ആനോഡിൽ ലെഡ് ആയിരുന്നു. ലെഡ് Pb + SO4 2- gives PbSO4 + 2 ഇലക്ട്രോൺ. ഇനി കാഥോഡിൽ വരുമ്പോൾ PbO2 + SO4 2- + 4H+ ആണ് വരുന്നത്. +2 ഇലക്ട്രോൺ gives PbSO4 + 2H2O. ഓവറോൾ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ Pb + PbO2 എന്ന് പറഞ്ഞ ഫോമിലാണ് വരാം. 2 PbSO4 + 2H2O എന്നും വരും. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക, പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് എ റിയാക്ഷൻ ഫോർ എന്താ നമ്മുടെ സെൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. നിങ്ങൾ പഠിക്കുന്ന എല്ലാ ഇതിലും കോമൺലി ഏറ്റവും കൂടുതലായിട്ട് എക്സാമ്പിൾക്ക് വരാം ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് പ്രൈമറി സെക്കൻഡറി സെല്ലുകളിൽ വരുന്നത്. ബാക്കിയുള്ളത് പഠിക്കേണ്ട എന്നല്ല, അത് പഠിക്കണം. ബട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ കൊടുക്കാം. ഓക്കെ, അത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, അതെന്തായാലും നോക്കാം. ഇനി വരുന്നതാണ് ഏറ്റവും കൂടുതൽ എക്സാമുകൾക്ക് വന്നേക്കുന്ന ഒരു ചോദ്യമാണ്. സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിനും ഓണം എക്സാമുകൾക്കും എല്ലാത്തിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി
കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ. വർക്കിംഗ് ഓഫ് H2O2 ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് വളരെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് ടീച്ചേഴ്സിന്റെ, എപ്പോഴും എക്സാമുകൾക്ക് വരുന്നതാണ്. സോ റൈറ്റ് 2 മെത്തേഡ്സ് ടു പ്രിവെന്റ്. ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ വരാം. ഇപ്പോൾ H2O2 ഫ്യൂവൽ സെല്ലിന്റെ വർക്കിംഗ് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യനുകൾ നമുക്ക് കാണാൻ പറ്റും. സിമ്പിൾ ആണ്, അത് അങ്ങനെ തന്നെ എഴുതാനുള്ള കാര്യങ്ങളുള്ളൂ. H2O2 ഫ്യൂവൽ സെല്ലിന്റെ ഫസ്റ്റ് കൺസ്ട്രക്ഷൻ വരാം. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം നമുക്ക്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് ഈസ് പമ്പ്ഡ് ത്രൂ. സാർക്ക് നമുക്ക് നോക്കാം. സോ ആർ ബബിൾഡ് ത്രൂ പോറസ് കാർബൺ ഇലക്ട്രോഡ്സ് into a concentrated sodium hydroxide solution. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ 2 കാർബൺ ഇലക്ട്രോഡ്സ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടി നമ്മൾ എന്ത് പമ്പ് ചെയ്യുന്നു? ഹൈഡ്രജനും ഓക്സിജൻ ഗ്യാസസ് പമ്പ് ചെയ്യുന്നു. എന്നിട്ട് കാറ്റലിസ്റ്റ് ലൈക്ക് ഫൈനലി ഡിവൈഡഡ്, അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വരെയുള്ള എഴുതിക്കോണം. ഫിഗർ വരയ്ക്കാൻ മറക്കരുത്. ഫിഗർ വരയ്ക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിഗറാണ്. നമ്മൾ വലിയ ഫിഗറിലോട്ടൊന്നും പോകണ്ട, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഫിഗർ മാത്രം വരച്ചാൽ മതി. ദേടാ നോക്കിക്കോ, 2 ഇലക്ട്രോഡുകൾ, അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ H2ഉം O2ഉം നമ്മൾ പമ്പ് ചെയ്യുന്നു. ആനോഡ് ആൻഡ് കാഥോഡ്, H2O ബൈ പ്രോഡക്റ്റ് ആയിട്ട് മുകളിലോട്ട് വരുന്നുണ്ടാവും. ഇതിൽ റിയാക്ഷൻസ് നോക്കാം. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷനുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കാഥോഡിൽ വെച്ചിട്ട് O2 2H2O + 4 ഇലക്ട്രോൺ കൂടി ചേർന്നിട്ട് 4OH- ആയിട്ട് മാറും. ആനോഡിൽ വെച്ചിട്ട് 2H2ന് ഓക്സിഡേഷൻ നടക്കും, 2H2O ആയിട്ട് മാറും. ഓക്കെ, 4OH- + 4OH- ഗീസ് 4H2O എന്നുള്ള പേരിൽ H2O + 4 ഇലക്ട്രോൺ. ഓവറോൾ റിയാക്ഷൻ നോക്കി H2 + O2 ഗീസ് 2H2 + O2 ഗീസ് 2H2O എന്നായിരിക്കും വരാം. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു റിയാക്ഷൻ എന്തായാലും നോക്കിയേക്കണം. ആനോഡിലും കാഥോഡിലും വരുന്ന ഓരോ റിയാക്ഷനുകളും ഈ ഫിഗർ വരയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷനുകൾ എഴുതാനും പഠിച്ചിരിക്കണം. ആനോഡ് കാഥോഡ് റിയാക്ഷൻസും ഓവറോൾ റിയാക്ഷനും എന്തായാലും നോക്കാം H2O2 ഫ്യൂവൽ സെല്ലിന്റെ കാര്യങ്ങളിൽ. ഇനി അതിലൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ. എന്തായിരുന്നു? നമ്മുടെ എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് അല്ലേ. മെത്തേഡ്സ് ഇത്രയേ ഉള്ളൂ. 3 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചേക്കുന്നത്. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ, പിന്നെ ബാരിയർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓൾസോ ഇലക്ട്രോ കെമിക്കൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതെന്താണെന്നുള്ള ആ പേരുകൾ പഠിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ അതിലെ സെൻറ്റൻസുകളും എന്തായാലും നോക്കുക. ഇനി ഇൻ കേസ് അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ പേരുകൾ മാത്രമെങ്കിലും എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ. ഇത് പേപ്പാർട്ടാണ് കേട്ടോ, ഞാൻ 2 പാർട്ടുണ്ട് ഇതിൽ. നോക്കാം നമുക്ക് എന്തായാലും. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോണിനെ എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഫിഗർ വരയ്ക്കാനായിട്ട് മറക്കരുത്. എന്താണ് എന്നുള്ള കാര്യം നോക്കാം. ഷീ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. അതിലൊരു പ്ലാറ്റിനം ഇലക്ട്രോഡാണ് വരാം. ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഒരു പ്ലാറ്റിനത്തിൻ്റെ ഒരു തിൻ വയർ എടുത്തിട്ട് അതിന്മേൽ നമ്മൾ എന്ത് ചെയ്യും? പ്ലാറ്റിനം കൊണ്ട് തന്നെ കോട്ട് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഇലക്ട്രോഡ് ഈസ് ഡിപ്ഡ് ഇൻ ആസിഡിക് സൊല്യൂഷൻ ഓഫ് 1 മോളാർ കോൺസെൻട്രേഷൻ. 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു ആസിഡിക് സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യുകയാണ്. ആൻഡ് പ്യുവർ ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് 1 bar പ്രഷർ ആൻഡ് 298 Kelvin ഈസ് ബബിൾ. ഹൈഡ്രജൻ ഗ്യാസിനെ നമ്മൾ അതിൽ കൂടി ബബിൾ ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ആൻഡ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ മറക്കരുത്. ചിലപ്പോൾ റെപ്രസെൻറ്റേഷൻ മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. PT H2 എന്നുള്ള ഫോമിലാണ്. സോളിഡ് ഗ്യാസ് അക്വസ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നത് മറക്കരുത്. AQ എന്ന് എഴുതിയേക്കുന്നത് സൊല്യൂഷനാണ്. H+ എന്ന് പറയുന്ന സൊല്യൂഷനിലാണ് എന്ന് കാണിക്കാനാണ് അവിടെ AQ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്നത്. സോളിഡ് ആണ് PT പ്ലാറ്റിനം, ബാർ H2 ഗ്യാസ് ആണ്, ബാർ H+ അക്വസ് എന്നാണ് പോകുന്നത്. ഇനി ബൈ കൺവെൻഷൻ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിട്ട് എടുക്കുക. അപ്പോൾ ചിലപ്പോൾ 1 വേർഡ് ആയിട്ട് ചോദിക്കും, വാട്ട് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഷീ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്? ഇറ്റ് ഈസ് 0 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോളണം. ഇത് 1 വേർഡ് ആയിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ എഴുതാനായിട്ട് മറന്നു പോകരുത്. എന്തായാലും എഴുതാനായിട്ട് ശ്രദ്ധിച്ചോളണം, ഓർക്കാം. ഇനി ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ കാഥോഡായിട്ട് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻസ് ഉണ്ട്. പക്ഷേ ഡിസ്ക്രൈബ് ചെയ്ത് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാം. ഇനി ഇൻ കേസ് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആനോഡിന്റെ കാഥോഡിന്റെ, ഇഫ് ഷീ ആക്സസ് ആൻ ആനോഡ് ആൻഡ് ഷീ ആക്സസ് എ കാഥോഡിന്റെ കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതേടെ നോക്കിക്കോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത്തിരി കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്തായാലും. The EMF of a cell obtained by coupling an electrode with She was 1.37 volt. If She is the positive electrode and find the potential of the given electrode. She എന്ന് പറയുന്നത് ഒരു EMF കണ്ടുപിടിച്ചേക്കാണ്. ഷീയും വേറൊരു നമ്മുടെ ഇലക്ട്രോഡും കൂടി കപ്പിൾ ചെയ്താന്ന് പറഞ്ഞാൽ കണക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു സെല്ലുണ്ടായി. ആ സെല്ലിന്റെ EMF നോക്കിയപ്പോൾ EMF അല്ലെങ്കിൽ ഈ സെൽ എന്ന് പറയുന്നത് 1.37 ആണ് കിട്ടിയത്. ഷീ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് അവൾ ആക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവർ തന്നേക്കുന്ന ഗിവൺ ഇലക്ട്രോഡിന്റെ, മറ്റേ കപ്പിൾ ചെയ്തേക്കുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് EMF ഓഫ് എ സെല്ലിന് ഒരു ഇക്വേഷനും പഠിച്ചിട്ടുള്ളൂ.
ദാറ്റ് ഈസ് E0 ആനോഡ് മൈനസ് കാഥോഡ്, കാഥോഡ് മൈനസ് ആനോഡ് എന്ന് പറയുന്നത് അല്ലേ ഈ സെല്ലിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ സെല്ല് തന്നിട്ടുണ്ടല്ലോ, E0 സെല്ല് തന്നിട്ടുണ്ട് 1.37 ആണെന്നുള്ളത്. ഷീയുടെ ഈ സെൽ എത്രയാണ്, ഷീയുടെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, അത് തന്നെയാണ് 0 തന്നെയാണ് കേട്ടോ. അപ്പോൾ 0 വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ നോക്കിയടാ, ഷീ ഈസ് എ പോസിറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ആരാ? കാഥോഡാണ് മീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ E0 സെല്ല് നമുക്ക് തന്നിട്ടുണ്ട് 1.37 ആണെന്നുള്ളത്. E0 കാഥോഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0 ആണ്, കാരണം ഷീ ആയതുകൊണ്ട്. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളുടെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അതിൽ E0ക്ക് പകരം ഞാൻ 1.37 എടുത്തു. കാഥോഡിന് പകരം വരുന്ന ഷീ ആണ്, അപ്പോൾ അതിന്റെ E0 വാല്യൂ 0 ആണ്. മൈനസ് ആനോഡിന്റെ ആനോഡ്, E0 ആനോഡ് ആയാലും ആനോഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ആനോഡിനെ ഇപ്പുറത്തോട്ട് എടുക്കാൻ പോവാണ്, 1.37 ബാക്കിലോട്ട് എടുക്കാൻ പോവാണ് ഈക്വൽസിന് അപ്പുറത്തോട്ട്. അപ്പോൾ അവിടെ ഉള്ള നെഗറ്റീവ് സൈൻ പോവും. ആനോഡ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് വാല്യൂ കിട്ടും? -1.37 വോൾട്ട് ആയിരിക്കും കിട്ടും. ശ്രദ്ധിക്കണം, ഇവിടെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ഷീ വരുന്നതുകൊണ്ടാണ് E0 കാഥോഡിന് പകരം നമ്മൾ 0 എടുത്തത്. ഇനി നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് വരുന്നതെങ്കിലോ E0 ആനോഡിന് പകരം അയക്കണം, 0 എടുക്കേണ്ടി വരാം കേട്ടോ. അപ്പോൾ ഈ കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഇലക്ട്രോഡിന്റെ അയക്കണം കണ്ടുപിടിക്കും. അപ്പോൾ ഇക്വേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരും, മൈനസ് സൈൻ ഉണ്ടാവില്ല, 1.37 ആയിരിക്കും. കാരണം ഇത് രണ്ട് രീതിയിലും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് ചോദിച്ചിട്ടുണ്ട്, ഷീനെ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടും വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ട് വന്നാലും ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ബട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ E0 വാല്യൂ കണ്ടുപിടിച്ചു, E0യുടെ ഇക്വേഷൻ എഴുതി. സിൻസ് ഷീ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇലക്ട്രോഡാണെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് അത് മീൻ ചെയ്യുന്ന എന്താ? അതൊരു കാഥോഡാണെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ E0 കാഥോഡിന് പകരം ഞാൻ 0 ഇട്ട് കൊടുത്തു. ഈ ആനോഡാണ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആനോഡ് കണ്ടുപിടിക്കാൻ ബാക്കി എല്ലാ വാല്യൂസും ഉണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ രീതിയിലാണ്. അതിൽ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് വെറുതെ ബൈ ഹാർട്ട് ചെയ്യരുത്. ഈ ക്വസ്റ്റ്യൻ പോസിറ്റീവ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഈ കാഥോഡിന് പകരം നമ്മൾ എടുത്തത് 0 എന്ന് ഷീനെ. ഇല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടാണ് ഷീനെ തരുന്നതെങ്കിൽ ഈ വാല്യൂസ് എല്ലാം മാറും. അപ്പോൾ ഈ ആനോഡിന് പകരമായിരിക്കും നമ്മൾ 0 എടുക്കാം, ഈ കാഥോഡായിരിക്കും നമ്മൾ കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റാണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്. ഓൾറെഡി കൺഫ്യൂസിങ് ആയിട്ട് തോന്നുമെങ്കിൽ നമുക്കത് സിമ്പിളാണ്, ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞ് കാര്യങ്ങൾ കിട്ടുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ചെയ്യാനായിട്ട് നോക്കാം. ഒരു 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ. സോ ഫൈനലി ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി ആനോഡ് എന്ന് പറയുന്നത് എന്താ? ഗിവൺ ഇലക്ട്രോഡ് -1.37 വോൾട്ട് ആയിരിക്കും വരാം, സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു EMFന്റെ ബേസിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഫാരഡേസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. CuSO4ന്റെ കേസ് ഉള്ളത്. ഇറ്റ് ഈസ് ഇലക്ട്രോലൈസ് ഫോർ 20 minutes വിത്ത് എ കറന്റ് ഓഫ് 1.5 amperes. വാട്ട് ഈസ് എ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് അറ്റ് ദി കാഥോഡ്? കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോപ്പറിന്റെ മാസ് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഫാരഡേസ് ലോ ആണെന്ന് പറയാൻ കാരണം ഇലക്ട്രോലൈസ് എന്നുള്ളൊരു വാക്ക് കണ്ടാൽ തന്നെ നോക്കുക അതെന്തിൻ്റെയാണ്? ഫാരഡേസ് ലോ ബേസ്. 2 ഫാരഡേസ് ലോസ് ആണ് നമുക്കുള്ളത്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. രണ്ടിന്റെയും ഏറ്റവും കൂടുതലായിട്ട് എക്സാമുകൾക്ക് ചോദിക്കുക ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലോയില് നമ്മൾ പറയുന്നത് വെയിറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്, ടൈം ആൻഡ് ദി ഇക്വാലന്റ് വെയിറ്റ്. കറന്റ് ആൻഡ് ടൈമിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാനായിട്ട് ഞാൻ ഒറ്റ ഇക്വേഷൻ പറഞ്ഞുതരാം, അത് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ദാറ്റ് ഈസ് വെയിറ്റ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് കണ്ടുപിടിക്കാൻ W = ZIT പകരം നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, M/NF × IT എന്ന് യൂസ് ചെയ്യാം. കാരണം ഒറ്റയടിക്ക് റിയാക്ഷൻ നോക്കാതെ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് എടുക്കാം. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ M എന്ന് പറയുന്ന മോളാർ മാസ് ആണ്, N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, F എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്, I എന്ന് പറഞ്ഞാൽ കറന്റ് ആണ്, സ്മോൾ ലെറ്റർ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ അല്ല ടൈമാണ്. ഓക്കെ, ടൈമാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. ആറ്റോമിക് മാസ് വന്നിട്ടുണ്ട്, അപ്പോൾ M തന്നിട്ടുണ്ട് അല്ലേ. കോപ്പറിന്റെ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ മോളാർ മാസാണ് ഉദ്ദേശിക്കുന്നത്, M സർ കാണിച്ചു. സോ ഫോർ കോപ്പർ ദാറ്റ് ഈസ് gram per mole, 63 gram per mole ആയിരിക്കും വരാം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത കാര്യങ്ങൾ നോക്കാം. നമുക്ക് ടൈം തന്നിട്ട് N-ന്റെയും F-ന്റെയും വാല്യൂ നോക്കാം. കോപ്പറിന്റെ കേസിൽ നിങ്ങൾ നോക്കിയാൽ മതി, പെട്ടെന്ന് അറിയാനായിട്ട് N-ന്റെ വാല്യൂ നിങ്ങൾ കോപ്പർ, സിങ്ക്, അയൺ ഒക്കെ ആണെങ്കിൽ N-ന്റെ വാല്യൂ മിക്കവാറും കോപ്പറിനും സിങ്കിനും N-ന്റെ വാല്യൂ 2 ആണ്. സിൽവറിനാണ് N-ന്റെ വാല്യൂ 1 വരാം. അങ്ങനെ പഠിച്ചിരുന്നാൽ മതി കേട്ടോ. കോപ്പറും സിങ്കിന്റെയും കേസസ് വന്നാൽ N-ന്റെ വാല്യൂ എത്രയാ? 2 ആണ് വരാം. അതെവിടെ പോയാലും മാറൂല, അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. N-ന്റെ വാല്യൂ എന്തായിരിക്കും?
2 ആയിരിക്കും വരാം. അത് നോക്കിയിട്ടേക്ക്. ഓക്കെ, എഫിന്റെ വാല്യൂ ഓൾറെഡി അറിയാം, 96500 കൊളൂംബാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ? ഇപ്പോൾ W = M കിട്ടി, N കിട്ടി, ഐയും ഡിയും വേണ്ടേ നമുക്ക് നോക്കാം. ഐ എന്ന് പറഞ്ഞാൽ എന്താ? കറണ്ട് ഓഫ് 1.5 ആംപിയേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ കിട്ടി അല്ലേ, 1.5 ആംപിയേഴ്സ്. ടി എന്ന് പറഞ്ഞാൽ 20 മിനിറ്റ്സ് ആണ്. ഒറ്റ കാര്യം, 20 മിനിറ്റ്സ് ഇട്ട് ചെയ്താൽ തെറ്റിപ്പോവും. കാരണം കൺവേർട്ട് ചെയ്യണം സെക്കൻഡിലോട്ട്, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 20 മിനിറ്റ്സിനെ കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക? ഇൻറ്റു 60 ചെയ്യാം അല്ലേ. അപ്പോൾ 20 × 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1200 സെക്കൻഡ്സ് ആയിരിക്കും കിട്ടും. അതായത് 1200 സെക്കൻഡ് ആയിരിക്കും നമുക്ക് വരുന്നത്. നോക്കാൻ സാധിക്കും നമുക്ക് 20 × 60 ദാറ്റ് ഈസ് 1200 ആയിരിക്കും. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W = എന്താ? 63, എംബിന് പകരം 63 ഇൻ ബൈ 2, എന്നിന് പകരം 2 ഇട്ടു, ഇൻറ്റു 96500 ഇൻറ്റു കറണ്ട് 1.5 ഇൻറ്റു 1200. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.5875 ഗ്രാം എന്നായിരിക്കും കിട്ടാം. 0.5875 ഗ്രാം എന്നായിരിക്കുള്ളൂ കിട്ടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ W = 63 അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ വാല്യൂ എത്തിക്കാനായിട്ട് നോക്കാം. 0.58 ഗ്രാം ആയിരിക്കും കിട്ടാം. അപ്പോൾ ഈ ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. വേറെ കുറേ ഇക്വേഷനുകളും കാര്യങ്ങളൊക്കെ ലോജിക് ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒറ്റ ഇക്വേഷൻ പഠിക്കാം. ഫാരഡേസ് ഫസ്റ്റ് ലോ ബേസ് ചെയ്തിട്ടാണെങ്കിൽ വെയിറ്റ് കണ്ടുപിടിക്കാൻ M/NF × IT വെച്ചിട്ട് ചെയ്യാം. M എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ മോളാർ മാസ് ആണ്. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. F എന്ന് പറഞ്ഞാൽ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. I കറണ്ട് ആണ്. T ടെമ്പറേച്ചർ ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം ആണ്. T എന്ന് പറഞ്ഞാൽ ടൈം ആണ് വരാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട. ഫൈനലി യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 0.5875 ഗ്രാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാമല്ലോ നമുക്ക്. സാറേ അടുത്ത ക്വസ്റ്റ്യൻ കാണിച്ചോ. We can construct innumerable number of galvanic cells on the pattern of Daniell cell by the combination of different cells. ഓക്കെ, കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഹാഫ് സെല്ലിന്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതായത് നമുക്ക് കുറേ ഗാൽവാനിക് സെൽസ് ഡാനിയൽ സെൽ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിലുള്ള ഇലക്ട്രോഡുകളൊക്കെ മാറ്റി മറിച്ചും വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ എന്താ ഒരു ഗാൽവാനിക് സെൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. വിട്ടുപോകുന്നത് നമ്മൾ കുറേ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ വിട്ടുപോകുന്ന എന്താ ഗാൽവാനിക് സെൽ എന്നുള്ള മറന്നു. അപ്പോൾ വിട്ട് കളയരുത് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. സിംപ്ലി ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ് ടു കൺവേർട്ട് വാട്ട് കെമിക്കൽ എനർജി ഓഫ് റിഡോക്സ് റിയാക്ഷൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെൽ അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ഗാൽവാനിക് സെല്ല് എന്ന് വിളിക്കാം. ഇനി ഞാൻ പറഞ്ഞില്ലേ ആനോഡും കാഥോഡും പഠിച്ചിരിക്കണമെന്ന് ഡാനിയൽ സെല്ലിന്റെ ചോദിച്ചേക്കുന്ന കണ്ടില്ലേ, നെയിം ദ ആനോഡ് ആൻഡ് കാഥോഡ് യൂസ് ഇൻ ദ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിൽ യൂസ് ചെയ്യുന്ന ആനോഡ് കാഥോഡ് എന്താ? സിങ്കും കോപ്പർ വരാം. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് എന്ന് പറയുന്നതായിരിക്കും ആനോഡ്, ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പർ ആയിരിക്കും കാഥോഡ്. പക്ഷെ അത് പറയുമ്പോൾ സിങ്കും കോപ്പർ എന്നും വെറുതെ പറയരുത്. ആനോഡ് പറയുമ്പോൾ സിങ്ക് റോഡ് ഡിപ്പ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്, സിങ്ക് സൾഫേറ്റ് എന്ന് തന്നെ പറയണം. മാറിപ്പോകരുത് കേട്ടോ, അല്ലെങ്കിൽ അത് പറയാതിരിക്കരുത്, മാർക്ക് ചിലപ്പോൾ കട്ട് ചെയ്യും. ഇപ്പൊ നോക്കാം, സിങ്ക് റോഡ് ഡിപ്പ്ഡ് ഇൻ ZnSO4. കോപ്പറിന്റെ കേസ് കാഥോഡ് എന്ന് പറയുന്ന കോപ്പർ ആണ്. കോപ്പർ റോഡ് ഡിപ്പ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ എന്ന് തന്നെ എഴുതാം. Cu റോഡ് ഡിപ്പ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ. അപ്പോൾ ആനോഡായിട്ട് വരാം സിങ്ക് റോഡ് ഡിപ്പ്ഡ് ഇൻ ZnSO4 സൊല്യൂഷൻ ആണ്. കാഥോഡായിട്ട് വരാം Cu റോഡ് ഡിപ്പ്ഡ് ഇൻ CuSO4 സൊല്യൂഷൻ എന്ന് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, മാറിപ്പോയത് വെറുതെ സിങ്ക് കോപ്പർ എന്ന് മാത്രം എഴുതിയാൽ ചിലപ്പോൾ മാർക്ക് കുറയ്ക്കും. 2 മാർക്ക്, 1 മാർക്കോ 2 മാർക്കോ ഉണ്ടാവുള്ളൂ. അതിൽ വെറുതെ അരമാർക്കുകൾ കൊണ്ടുപോയി കളയരുത്. എന്തായാലും ഇങ്ങനെ തന്നെ എഴുതാനായിട്ട് നോക്കാം. ഇപ്പോൾ പറഞ്ഞ കാര്യം ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതിലെ തന്നെ ബാക്കിയുള്ള സിയും ബിയും ഡി പാർട്ടുകൾ നോക്കാം. ഓക്കെ, നെയിം ദ സെൽ റെപ്രസെന്റഡ് ബൈ PTH2H+. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? PTH2H+ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്താണല്ലേ. പ്ലാറ്റിനം ഹൈഡ്രജൻ ഒക്കെ വരുന്ന ആരാ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെ, വേറെ ആരും അല്ലടാ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു കൺവെൻഷൻ വാട്ട് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ദി അബോവ് സെൽ? എന്തായിരിക്കും സെൽ പൊട്ടൻഷ്യൽ വരാം? സിമ്പിൾ അല്ലേ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ പൊട്ടൻഷ്യലിന്റെ ഇലക്ട്രോഡിന്റെ ഷീയുടെ എപ്പോൾ നോക്കിയാലും അതിന്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിട്ടാണ് നമ്മൾ എടുക്കുക? 0 ആയിട്ടാണ് എടുക്കുക അല്ലേ. 0 ആണ്, അതിന്റെ അപ്പുറത്തോട്ട് വേറെ വർത്താനമൊന്നുമില്ല അല്ലേ. 0 ആണ് വരാം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണോ? 0 ആയിരിക്കും അതിന്റെ സെൽ പൊട്ടൻഷ്യൽ വരാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കേട്ടോ. അത് മാറരുത്, അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. PTH2H+ എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുന്നത് C ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിൻ്റെ ഫിഗറും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യം കൺസ്ട്രക്ഷൻ നമ്മുടെ മെറ്റീരിയലിലുണ്ട്. അതെന്തായാലും നോക്കിയേക്കാം.
ഇനി അതേപോലെ തന്നെ അതിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് അല്ലേ, നമുക്ക് നോക്കാം. ഈ പാർട്ടാണ്, കാരണം 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. വി ക്യാൻ കൺസ്ട്രക്ട് ഇത് തന്നെ. ഇതിൽ ഈ പാർട്ട്, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദി എബോവ് സെൽ, എന്താണ് ഈ ഒരു സെല്ലിന്റെ ഡാനിയൽ സെല്ലിന്റെ ഉപയോഗങ്ങൾ എന്നാണ് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഈ എബോവ് ഇലക്ട്രോഡാണ് സെൽ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ ഡെറ്റർമൈനിങ്, നമ്മുടെ ഇലക്ട്രോഡ് ഷീനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ യൂസ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താ യൂസ്? ഇറ്റ് ഈസ് യൂസ് ഫോർ ഡെറ്റർമൈനിങ് ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് അതർ സെൽസ്, അതർ ഇലക്ട്രോഡ്സ് കേട്ടോ. അതർ ഇലക്ട്രോഡുകളുടെ, വേറെ ഇലക്ട്രോഡുകളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫോർ ഡെറ്റർമൈനിങ് ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ അതർ ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോഡിന്റെ നോക്കാനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായാലും നോക്കാം. ഇനി ഇപ്പോൾ നമ്മൾ മെജോറിറ്റി സെക്ഷൻസ് കഴിഞ്ഞു, നമ്മുടെ ഗാൽവാനിക് സെല്ലുകൾ ബേസ് ചെയ്തിട്ടുള്ള കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇറക്കുന്ന ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇനി നമുക്ക് വരുന്നതാണ് കണ്ടക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇനി വരുന്നത്. അപ്പൊ അതിൽ കുറച്ചധികം ക്വസ്റ്റ്യനുകൾ നമുക്ക് ചെയ്യാനുണ്ട്, നമുക്ക് നോക്കാം. സർ കാണിച്ചോ. സോ എക്സ്പ്ലെയിൻ ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. നമ്മുടെ വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടിവിറ്റിയിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റുകളുടെ കേസിൽ വരുന്ന ഒരു ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ എന്ന് പറയുന്നത്. പഠിച്ചിരിക്കണം. കഴിഞ്ഞ വർഷം ഇത് നേരെ ഓണം എക്സാമിനും ചോദിച്ചിരുന്നതാണ് ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. നോക്കാം. ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് a റൂട്ട് സി, അത്രയേ ഉള്ളൂ കേട്ടോ. ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ 0m മൈനസ് a റൂട്ട് സി എന്നാണ് ഇക്വേഷൻ വരിക, ഡിബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഇനി എന്താ മോളാർ കണ്ടക്ടൻസ് എന്നുള്ള ചോദ്യം അധികം നിങ്ങൾ കേട്ടില്ല, ബട്ട് ഇത് ചോദിക്കാം മേ ബി. ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പഠിച്ചിരിക്കുക, എന്തായാലും നോക്കിയേക്കാം. മോളാർ കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദി കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. 1 mole ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് kept between 2 electrodes of conductivity cell with unit area of cross section and unit length. യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടിവിറ്റി സെല്ല് നമ്മൾ എടുത്താൽ അതിൻ്റെ ഇടയിൽ 1 mole എടുക്കുകയാണെന്ന് വെച്ചോ ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുക, മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി. രണ്ട് രീതിയിലും പറയും കേട്ടോ. കണ്ടക്ടൻസ് എന്നോ മോളാർ കണ്ടക്ടൻസ് എന്നോ മോളാർ കണ്ടക്ടിവിറ്റി എന്നോ പറഞ്ഞാലും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളതും കൂടി നോക്കി വെക്കുക. റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ, ലാംഡ എം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതേ മുകളിൽ എഴുതിയേക്കുന്ന സാധനം ലാംഡ എം, അത് തന്നെ കേട്ടോ, സെയിം ആണ്. അപ്പൊ റെപ്രസെന്റേഷൻ കൂടി നോക്കിയേക്കാം. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി ബേസ് ചെയ്ത് പറയുമ്പോൾ എപ്പോഴും വേരിയേഷൻസ് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, പക്ഷേ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് വരാം. അത് നേടാൻ നോക്കിക്കോ. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് അറിയേണ്ടത് കേട്ടോ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. കാൽക്കുലേറ്റ് ദി മോളാർ കണ്ടക്ടൻസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഓഫ് NH4OH ലാംഡ 0m എന്ന് പറയുന്ന ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. NH4OH അല്ലെ. അപ്പൊ NH4OH ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. കുറച്ച് ആൾക്കാർ NaClന്റെയും NaOH NH4Clന്റെ ഒക്കെ ലിമിറ്റിംഗ് ലാംഡ 0m വാല്യൂ തന്നിട്ടുണ്ട്. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇതിൽ നിന്നും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ തന്നേക്കുന്ന സാധനങ്ങൾ നമുക്കൊന്ന് എഴുതാം. അപ്പോൾ ഗിവൺ എന്തൊക്കെയാ, ലാംഡ 0m ഓഫ് NaCl നമുക്ക് നേരെ തന്നിട്ടുണ്ട് 126.4 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. അതേപോലെ അടുത്ത ആരാ, NaOH തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം 248.1 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. യൂണിറ്റ് ഇവിടെ എന്താണോ വന്നേക്കുന്നത് അതിൽ തന്നെ എഴുതിയാൽ മതി, ഇത് തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. അടുത്ത ഒരാളും കൂടി തന്നിട്ടുണ്ട് NH4Cl തന്നിട്ടുണ്ട്. എന്തിൻ്റെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, NH4OH ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അവിടെ കോൾറാഷസ് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് NH4OH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. NH4OH കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. NH4OH എന്ന് പറയുമ്പോൾ NH4 ഉണ്ട്, OH ഉണ്ട് അല്ലെ. അപ്പൊ NH4ന്റെ ആളെ നോക്കാം. ഇതിൽ ആരെങ്കിലും NH4 ഉണ്ടോ തന്നേക്കുന്നതിൽ? ഉണ്ടല്ലേ, NH4Clന്റെ. അപ്പോൾ അത് പ്ലസ് ചെയ്യാം. OH വേണം, OH ഉള്ള ആരാ, NaOH. അത് രണ്ടും കൂടി പ്ലസ് ചെയ്യാം. സർ കാണിച്ചോ. സോ ലാംഡ 0 ഫോർ NH4OH എന്ന് പറഞ്ഞാൽ NH4ഉം വേണം OHും വേണം. അപ്പൊ അത് രണ്ടും ഉള്ള ആൾക്കാരെ നമുക്ക് തന്നേക്കുന്നതിൽ OHും NH4 ഉള്ള ആൾക്കാരെ കൂട്ടാം. എന്നിട്ട് ഇപ്പൊ ഇവിടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ Na എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്, Cl എന്ന് പറയുന്ന സാധനം ഇവിടെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി വരുന്ന ഏതാളാണ് നോക്കാം. NaCl ഉണ്ടല്ലേ. അപ്പൊ അതിനെന്ത് ചെയ്യാം, മൈനസ് ചെയ്യുക. മൈനസ് ലാംഡ 0m NaCl. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കുക, എന്തിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. അതിലുള്ള 2 അയോണുകളാണ് NH4 പ്ലസും NH4ഉം OHും. അപ്പൊ ഇത് രണ്ടും ഉള്ള ആൾക്കാരെ നോക്കാം. NH4 ഉള്ളതല്ല, ഇതിവിടെ NH4Clഉം, അതേപോലെ OH ഉള്ളതല്ല NaOH ആണ്. അപ്പൊ അത് രണ്ടും കൂടി കൂട്ടി
ഇനി അത് രണ്ടും കൂട്ടുമ്പോൾ അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആരൊക്കെയാ? NAയും CLും. അതിനെ കുറയ്ക്കാം, മൈനസ്. ഓക്കെ, ഇനി നമ്മൾ ആ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. λ0 NaOHന് 126.4 ആണ്, സോറി 248.4 ആണ്, 0.1 ആണ് നമ്മുടെ NaOHന്റെ. NH4Clന്റെ 129.8 ആണ്, മൈനസ് 126.4. മൈനസ് ചെയ്ത് പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 251.1 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നായിരിക്കും വാല്യൂ കിട്ടുക. അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ഐഡിയ നോക്കിയേക്കണം. ഇതേപോലെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു സെക്ഷനാണ്, സെയിം ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ HACയുടെ കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. ദേടാ ഇങ്ങനെയായിരിക്കും, λ0m NaCl HCl ആൻഡ് NaAC എന്ന് പറയുന്നതിന് പകരം CH3COONa എന്നും തരാറുണ്ട്, സോഡിയം അസിറ്റേറ്റ് കേട്ടോ. അതിനെയാണ് ആ NaAC എന്ന് എഴുതിയേക്കുന്നത്. ആ വാല്യൂസ് വന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് λ0m ഫോർ HAC. ഉറപ്പിച്ചോ, ഈ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓർത്തോളണം, സാർ ഇന്നലെ ഈ പറഞ്ഞ പോലെയൊക്കെ പറഞ്ഞു തന്നത് രണ്ടെണ്ണുള്ളത് നോക്കിക്കോളണം, എന്നിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ തന്നേക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഒരുമിച്ച് എഴുതാം. തന്നേക്കുന്ന NaCl HCl അതുപോലെ NaAC എല്ലാത്തിൻ്റെയും വെടിപ്പായിട്ട് എഴുതി വെക്കാം. ഗിവൺ λ0 NaCl is equal to 126.4 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, അടുത്തതായ HCl തന്നിട്ടുണ്ട്, 425.9 ആണ് തന്നേക്കുന്നത്. ഇനി അതേപോലെ NaACയുടെ തന്നിട്ടുണ്ട്. നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? HACയുടെ ആണ്. HAC ആണെങ്കിൽ ആരൊക്കെയാണ് അതിലുള്ളത്? HAC എന്ന് പറയുമ്പോൾ Hഉം ACയും. അപ്പോ Hഉം ACയുടെയും ആൾക്കാരെ എന്ത് ചെയ്യണം? കൂട്ടണം. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? കുറയ്ക്കണം, അല്ലെ? ഇപ്പോ HACയുടെ λ0m എഴുതുമ്പോൾ ആരൊക്കെയാണ് നമ്മൾ കൂട്ടേണ്ടത്? AC വരുന്ന ആളെയും H വരുന്ന ആളെയും, അല്ലെ? കാരണം Hഉം AC ആണ്. H വരുന്ന ആരാ? HClനെയും കൂട്ടണം, NaACയുടെയും കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? എന്ത് കുറയ്ക്കണം അതിൽ നിന്നും? NaACയിൽ ഇപ്പൊ Na കൂടുതൽ വന്നിട്ടുണ്ട്, HClല് Clലും കൂടുതലും. ഇപ്പൊ NaCl ഉള്ള സാധനത്തിന് കുറയ്ക്കാം. ഇപ്പൊ NaClനെ എന്ത് ചെയ്യുക? കുറയ്ക്കാം. കണ്ടോ, HClലും Hഉം AC ഉള്ള ആൾക്കാരെ കൂട്ടി. ഇനി അതിൽ എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന CLും ACയുടെ ആൾക്കാരെ Naനെയും കുറച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 425.9 പ്ലസ് നമ്മുടെ 91.0 മൈനസ് 126.4. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വാല്യൂ കിട്ടും. 390.5 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഈ ഒരു ഐഡിയ ആണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കാറ്. ഇതിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. CH3COO ബേസ് ചെയ്തിട്ടും വരാറുണ്ട്. ACക്ക് പകരം CH3COO എന്നും പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതിൽ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സാറെ കാണിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ചോദിച്ചിട്ടുള്ളത്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഒന്നില്ലെങ്കിൽ നേരെ എഴുതാൻ പറയും, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും മോളാർ കണ്ടക്ടിവിറ്റി ഡയറക്ട്ലി എഴുതാനായിട്ട് ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാഫ് തന്നിട്ടായിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ്. ആ ഗ്രാഫ് എന്തായാലും പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ആ ഗ്രാഫിൽ ഓർമ്മ വെച്ചോളണം എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് തന്നിട്ടുണ്ട്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് കോൺസെൻട്രേഷൻ ഫോർ വീക്ക് ആൻഡ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ സബ് ക്വസ്റ്റ്യനുകൾ നോക്കാം നമുക്ക്. ഇവിടെ ഫിഗറിൽ 1ഉം 2ഉം തന്നിട്ടുണ്ട്, അല്ലേ? ഐഡന്റിഫൈ 1 and 2 as സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഡസ് λ0m ഇൻഡിക്കേറ്റ്? എന്താണ് λ0m ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു ഡിറ്റർമൈൻ λ0m ഫോർ ദി ഇലക്ട്രോലൈറ്റ് 2. രണ്ടാമത്തെ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നതിന് എങ്ങനെയാണ് λ0m കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഏതിനൊക്കെയാണ് നമുക്ക് സ്ട്രോങ്ങും വീക്ക് എന്ന് പറയാൻ പറ്റുക? സ്ട്രെയിറ്റ് ലൈൻ, ഇങ്ങനെ ചരിഞ്ഞു വരുന്ന ലൈൻ വരുന്നത് ആർക്കാ? സ്ട്രോങ്ങിനാണോ വീക്കിനാണോ? ഏതിനാണുള്ള പഠിച്ചിരിക്കണം. ഏതിനായിരിക്കും നമുക്ക് നോക്കാം. സോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഏതാണ്? 1 ആണോ 2 ആണോ? ഏതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? ഇങ്ങനെ ചരിഞ്ഞു വരുന്ന ലൈൻ വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുന്നത് എപ്പോഴും നോക്കാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. മറ്റേ വളഞ്ഞൊക്കെ വരുന്ന ആളാരാ? വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നോക്കിയേക്കണം. 2 എന്ന് പറയുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, ഇങ്ങനെ കർവ് ചെയ്ത് വരുന്നത്. നേരെ വരുന്ന ആള് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ അതിലെ ഡിഗ്രി ഓഫ് അയണൈസേഷന്റെ കാര്യവും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആണ് റീസൺ വരാം. ഫസ്റ്റ് വണ്ണിൽ ഫ്രീഡം കിട്ടുന്നുള്ളത് കേട്ടോ. ഡൈല്യൂട്ട് ചെയ്യുന്നതോടും ഫ്രീഡം കിട്ടുന്നുണ്ട്. അപ്പോൾ അയോൺസിന് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പഠിച്ചിരിക്കുക. അതിൻ്റെ റീസൺസ് എന്താണെന്നുള്ള വേരിയേഷൻ എക്സാമിന് എന്തായാലും ഒന്നില്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കുള്ളൂ ക്വസ്റ്റ്യൻ വരാം. ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ടായിരുന്നു. എന്തായിരുന്നു? λ0m എന്താണെന്നുള്ളത്. ഇവിടെ λ0m എന്ന് പറഞ്ഞാൽ ആ ഇന്റർസെക്ട് ചെയ്യുന്ന പാത്തിലാണ്
ഫിഗറിൽ തന്നിട്ടില്ല. അതെടാ ഈ ഇന്റർസെക്ട് ചെയ്യുന്ന പാത്താണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു പാത്ത് എന്ന് പറയുന്നത്, ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താ? λ0m ആണ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ലിമിറ്റിംഗ് മോളാർ λ0m. λ0m എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഓൾറെഡി അറിയാവുന്ന കാര്യമാണല്ലേ. ഇനി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി 0 കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡയലൂഷൻ എന്ന് പറയാം. ഇനി എന്താ ഒരു മെത്തേഡ് ഈ പറഞ്ഞ λ0m കണ്ടുപിടിക്കാനുള്ളത്? വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മെത്തേഡ്. വീക്ക് ഇലക്ട്രോലൈറ്റിന് കണ്ടുപിടിക്കാൻ ഒറ്റ മെത്തേഡേ ഉള്ളൂ. ദാറ്റ് ഈസ് കോൾറാഷസ് ലോ. കോൾറാഷസ് ലോ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അത് നമ്മളിപ്പോൾ കുറേ പ്രോബ്ലംസ് ചെയ്തായിരുന്നു അതിനുള്ള. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ. ഡയറക്ട്ലി നിങ്ങൾക്ക് റെഗുലറായിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനുകളും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു വലിയ ചാപ്റ്ററാണ്. അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ എല്ലാം നമുക്ക് പഠിക്കാനായിട്ട് പറ്റില്ല. ഈ ഇത്രയും കാര്യങ്ങൾ നോക്കാം. പ്ലസ് ഇതിൽ ഒരു കാര്യം മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേൺസ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ഡെറിവേഷൻ നോക്കാം. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി നേൺസ് ഇക്വേഷൻ എന്നുള്ളത് നോക്കിയേക്കുക. ഡാനിയൽ സെല്ലിന്റെ നേൺസ് ഇക്വേഷൻ പഠിക്കാനായിട്ട് നോക്കാം. അതും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. സോ ഇത്രയുമാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലേക്ക്. ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒറ്റ ചാപ്റ്ററും കൂടി, ഫൈനൽ ചാപ്റ്റർ നമ്മുടെ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽറ്റി വരുന്ന പ്രോപ്പർട്ടീസ് കാണുമ്പോൾ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന നമ്മുടെ കോമ്പൗണ്ട്സിന്റെ കാര്യങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് ബാക്കിലോട്ട് പോവാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ കോമ്പൗണ്ടുകൾ. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെയും പൊട്ടാസ്യം പെർമാഗ്നേറ്റിന്റെയും കാര്യം, പ്ലസ് ലാന്തനോട് കോൺട്രാക്ഷനും അതിന്റെ റീസൺ, അതിന്റെ കോൺസിക്വൻസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ മെജോറിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. എന്നാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിലുള്ള ഡി ആൻഡ് എഫ് നോക്കാം. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം നോക്കാം. എമംഗ് ദ ഫോളോയിങ് ട്രാൻസിഷൻ എലമെന്റ്സ് വിച്ച് ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ. ഇതിൽ ഏതിലാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽ? ഇതിനൊരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടൈറ്റേനിയം ഇല്ല, മൊളിബ്ഡിനം MO എന്ന് പറഞ്ഞാൽ ഇല്ല, Ni 26 വരെ പറ്റൂല, 28 വരെ പറ്റില്ല. ആകെ വരുന്ന AG ആണ് കേട്ടോ. AG ആണ് ഇതിലെ കംപ്ലീറ്റ്ലി ഫിൽഡ്. നമ്മുടെ സിങ്കിന്റെ താഴെ വരുന്നതാണ് കേട്ടോ. AG എന്ന് പറയുന്ന ആള് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി സോറി സിങ്കിന്റെ അല്ല, സിങ്കിന്റെ തൊട്ടിപ്പുറത്തുള്ള ഇതിലാണ് വരാം. നമ്മുടെ 11th ഗ്രൂപ്പിലാണ് AG വരുന്നത് കേട്ടോ. ഓക്കെ, സിൽവർ വരുന്നത് AG സിൽവർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. ക്ലിയർ കട്ട് ഐഡിയ വേണം അതിന്റെ കാര്യങ്ങളിൽ. അപ്പോൾ AG ആണ് ആൻസർ വരാം. ഇനി അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇത് റെഗുലർലി ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. വാട്ട് ഈസ് മിഷ് മെറ്റൽ? ആപ്ലിക്കേഷൻ ഓഫ് ലാന്തനോയിഡ്സിൽ വരുന്നതാണ്. മിഷ് മെറ്റൽ എന്താണ് എന്നുള്ള ചോദ്യം. അതായത് ഇതൊരു അലോയ് ആണ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെയിൻലി ലാന്തനോയിഡ്സ് ആൻഡ് അയൺ. മെജോറിറ്റി ലാന്തനോയിഡ് 95% ലാന്തനോയിഡ്സും അയൺ 5%, ട്രേസസ് ഓഫ് സൾഫർ, കാർബൺ, കാൽസ്യം ആൻഡ് അലൂമിനിയം. ഇതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഷ് മെറ്റൽ എന്ന് പറയുന്ന സാധനത്തെ പറയുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിരിക്കുക. ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക, വാട്ട് ഈസ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൈറ്റ് ആൻ ആപ്ലിക്കേഷൻ ഫോർ ലാന്തനോയിഡ്സ് എന്ന് ചോദിച്ചാലും യു ക്യാൻ റൈറ്റ് മിഷ് മെറ്റൽ എന്ന് എഴുതാം. മിഷ് മെറ്റൽ എന്നാണ് പറയുക കേട്ടോ. ഒരു അലോയ് ആണ് ലാന്തനോയിഡ്സ്. ഇത് യൂസ് ചെയ്യുന്നത് ബുള്ളറ്റ്സിലൊക്കെയാണ് യൂസ് ചെയ്യുക കേട്ടോ. നമ്മുടെ മറ്റേ ബുള്ളറ്റ് അല്ല കേട്ടോ, തോക്കിലുള്ള ബുള്ളറ്റിൽ യൂസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഫ്ലിൻറ്റ്, നമ്മുടെ ആ കത്തുന്ന സാധനമില്ല, അതിൻ്റെ ഉള്ളിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ലൈറ്റേഴ്സിൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് മിഷ് മെറ്റലിൻ്റെ 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നതാണ്. നോക്കാം, നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവാം. ഇത് എന്തായാലും എക്സാമിന് ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലാന്തനോയിഡ് ട്രാൻസിഷൻ മെറ്റൽസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. നോക്കാം, ട്രാൻസിഷൻ മെറ്റൽസ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വൈ? എന്തുകൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസ് വേരിയബിൾ ഓക്സിഡേഷൻ? ഇത് ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. And identify them element in the 3D transition series is a maximum number of oxidation states. Maximum number of oxidation സ്റ്റേറ്റുകൾ കാണിക്കുന്ന 3D ട്രാൻസിഷൻ, അതായത് ഫസ്റ്റ് സീരീസിലുള്ള എലമെന്റുകളിൽ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഇത്രയുള്ള അതിൽ നമ്മുടെ എസും ഡി ഓർബിറ്റൽസ്, നമ്മുടെ 4s 3D ആണ് മെയിൻലി വരാം. അപ്പോൾ എസും അതിന് തൊട്ട് മുമ്പുള്ള പെൻഅൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലിലും എനർജി വളരെ കമ്പയറബിൾ ആയിട്ടുള്ള എനർജിയാണ്. അപ്പോൾ രണ്ടിലെയും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും? കെമിക്കൽ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ്. സോ ഡ്യൂ ടു ദ സിമിലാരിറ്റി ഇൻ ദ എനർജി ഓർ പാർട്ടിസിപ്പേഷൻ ഓഫ് ദി പെൻ അൾട്ടിമേറ്റ്, ലാസ്റ്റത്തേന് തൊട്ട് മുമ്പുള്ള പെൻ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ലാസ്റ്റത്തേന് തൊട്ട് മുമ്പുള്ള ഡി സബ്ഷെല്ലും ഡി ഇലക്ട്രോൺസും, എസ് വാലൻസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസും എന്ത് ചെയ്യുന്നുണ്ടാവും? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ടാവും, അവരെ കമ്പയറബിൾ എനർജി ആയതുകൊണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുക. അപ്പോൾ പല ഇലക്ട്രോൺ, ഈ രണ്ടിലെയും ഇലക്ട്രോണുകൾ അവിടെ റിയാക്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പല ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാൻ പറ്റും. ഇനി ഏതാണ് അതിലെ എലമെന്റ് എന്ന് പറയുന്നത്? മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതെന്ന് അറിയോ? +7 വരെ കാണിക്കുന്ന ആളാണ്. അതായത് +2 മുതൽ +7 വരെ കാണിക്കും. ആരാണത്? മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കുന്നതെന്ന് അറിയോ?
Mn ആണ്, മാംഗനീസ്. 25 ആറ്റോമിക് നമ്പർ വരുന്ന മാംഗനീസ് ആണ് കേട്ടോ. പഠിച്ചിരിക്കുക. അത് ഇനി ഓർത്ത് എടുക്കാനായിട്ടുള്ള ഇതുണ്ടാവും, അത് പഠിച്ചിരിക്കുക കേട്ടോ. ഡയറക്റ്റ്ലി മാക്സിമം നമ്പർ ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് മാംഗനീസ് ആണ്. 1 മാർക്കിന് ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസിഷൻ മെറ്റൽസിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 3 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ദ പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7 ഫ്രം ക്രോമൈറ്റ് ഓർ, അതായത് പൊട്ടാസ്യം ട്രൈക്രോമേറ്റ് ഫ്രം ക്രോമൈറ്റ് ഓർ എന്നുള്ള ഫോമിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റെപ്പുകളാണ് വരുന്നത്. ആ 3 സ്റ്റെപ്പുകൾ എഴുതണം. നമുക്ക് നോക്കാം 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഹെഡിങ് എഴുതാം, അതിന്റെ റിയാക്ഷൻ, അത്രയും മാത്രം എഴുതിയാൽ കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോകണ്ട. അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അതിൽ ക്രോമൈറ്റിനെ നമ്മൾ സോഡിയം ക്രോമൈറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. സാർ കാണിച്ചോ, ക്രോമൈറ്റ് ഓറിന്റെ ഫോർമുല നോക്കിയേക്കാം. FeCr2O4 ആണ്, പ്ലസ് 8 Na2CO3 പ്ലസ് 7 O2. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഫോമിംഗ് സോഡിയം ക്രോമേറ്റ്, Na2CrO4 എന്ന് പറഞ്ഞ ഫോമിലോട്ട് മാറ്റും. ഈ Na2CrO4നെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. സാർ കാണിച്ചോ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, അസിഡിഫിക്കേഷൻ ഓഫ് സോഡിയം ക്രോമേറ്റ് ടു സോഡിയം ഡൈക്രോമേറ്റ് എന്ന് പറയുന്നത്. Na2CrO4 പ്ലസ് 2H പ്ലസ് ഗീവ്സ് Na2Cr2O7 പ്ലസ് 2Na പ്ലസ് 2H2O, സോറി പ്ലസ് H2O എന്നായിരിക്കും ഫോം ചെയ്യുക. എടാ, ഒറ്റ കാര്യം ഞാൻ പറയാം, ഇതിലെ റിയാക്ഷനുകൾ പഠിക്കണം. എഴുതി തന്നെ പഠിക്കുക, ഇല്ലെങ്കിൽ മറന്നു പോകും. ബാലൻസിങ് നിങ്ങൾ നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് തന്നെ എഴുതാം. ബാലൻസിങ് നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് എഴുതിക്കോളാം. ആൻഡ് ദർ ഈസ് എ തേർഡ് സ്റ്റെപ്പ്. സോഡിയം ഡൈക്രോമേറ്റിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റുന്നു, KCl ആഡ് ചെയ്തിട്ട്. സോ Na2Cr2O7 പ്ലസ് 2KCl ഗീവ്സ് K2Cr2O7 പ്ലസ് 2NaCl എന്നുള്ള ഫോമിൽ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ചെയ്യാനായിട്ട് നോക്കാം. 3 സ്റ്റെപ്പുകൾ, 3 ഹെഡിങ്, അതിന്റെ ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങൾ മാത്രം എഴുതിയാൽ 3 മാർക്കിന്റെ. മേ ബി ഇക്വേഷൻ മാത്രം എഴുതിയാലും മതി, കുഴപ്പമില്ല. ബട്ട് പ്രിഫറബിളി നമ്മൾ എപ്പോഴും അതിന്റെ ഹെഡിങ് എഴുതാം, എന്നിട്ട് വേണം അതിന്റെ കാര്യങ്ങളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം എഴുതാനായിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം നമുക്ക്. ഇതേപോലെ തന്നെ റെഗുലർലി ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിർക്കോണിയം ZR ആൻഡ് HF ഹാവ് ഐഡന്റിക്കൽ റേഡിയൈ. ഈ സാധനം എപ്പോഴും ചോദിക്കോടാ. അത് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഇതെന്ത് ക്വസ്റ്റ്യനാ സാറേ എന്നുള്ള രീതിക്ക് നിങ്ങൾ നോക്കുന്നതാണ്. പിന്നെ എക്സാമിന്റെ ടെൻഷനിലായതുകൊണ്ട് നമ്മൾ വ്യക്തം ആലോചിക്കൂല. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ആൻസർ എഴുതിയാൽ മതി, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. വേറെ ഒന്നും എഴുതണ്ട, ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ZR ആൻഡ് HF ഹാവ് ഐഡന്റിക്കൽ. ZR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിർക്കോണിയമാണ്, ഹാഫ്നിയമാണ്. ഇവർ രണ്ടുപേരും 2 പീരീഡിൽ കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസം വരേണ്ടതാണ് റേഡിയസിൽ. പക്ഷേ അവരുടെ ഷെല്ലുകളുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ റേഡിയസിൽ നല്ല വ്യത്യാസം വരേണ്ടതാണ്. ബട്ട് സ്റ്റിൽ അവരുടെ എന്താ ആ ഒരു ലാന്തനോട് കോൺട്രാക്ഷൻ വരുന്നതുകൊണ്ട് ഒരേപോലെ, ഇവൻ ദോ അവർ 2 താഴെയുള്ള പീരീഡുകളിലാണെങ്കിൽ പോലും. ഇനി ട്രാൻസിഷൻ മെറ്റൽസ് ആർ വെരി ഗുഡ് കാറ്റലിസ്റ്റ് ഓൾസോ, വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസ് നല്ല കാറ്റലിസ്റ്റ് ആണെന്ന് ചോദിക്കും. പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. അതിന് പല കാര്യങ്ങളുണ്ട്, 2-3 കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദെയർ ലാർജ് സർഫസ് ഏരിയ, 1, ആൻഡ് ദെയർ എബിലിറ്റി ടു ഷോ വേരിയബിൾ ഓക്സിഡേഷൻ. ഈ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഇടും. ഓക്കെ, ഒന്ന് ലാർജ് സർഫസ് ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ ദേ ക്യാൻ ആക്ച്വലി ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ആദ്യത്താണ് ഏറ്റവും കൂടുതലായിട്ട് എക്സാമുകൾക്ക് ചോദിക്കുക. പക്ഷെ മറ്റേത് വിട്ട് കളയരുത്, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത് കേട്ടോ അതിൽ. അപ്പോൾ സിർക്കോണിയം ഹാഫ്നിയത്തിൻ്റെയും കാര്യം എന്തായാലും നോക്കിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, റെഗുലർലി എന്തായാലും D&F-ൽ നിന്നും ചോദിക്കുന്നതാണ്. സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം. കാൽക്കുലേറ്റ് ദി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് M2 പ്ലസ് അയോൺ. ഇസഡിന്റെ വാല്യൂ എന്ന് Z എന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പർ ആണ്. Z = 27. ഇങ്ങനെ ഒരു ചോദ്യം എന്തായാലും എക്സ്പെക്ട് ചെയ്തോ എക്സാമുകൾക്ക്. സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനാണ്, M2 പ്ലസിന്റെ ആണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ M എന്ന് പറഞ്ഞ ഒരു അയോൺ ഉണ്ട്, 2+ അയോൺ ആണ്, Z = 27 ആണ് തന്നേക്കുന്നത്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. അപ്പോൾ ഞാൻ ബാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ എഴുതുള്ളൂ, അതായത് അറ്റത്തുള്ളത് ഫുൾ എഴുതൂല. M എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന്റെ ഇലക്ട്രോണിക് 27 ആണല്ലോ ആറ്റോമിക് നമ്പർ. അപ്പോൾ നമ്മൾ എഴുതി വരും ഇല്ലടാ, ഒരു ചെറിയ ഷോർട്ട് കട്ട് വരാം. എന്തായാലും ട്രാൻസിഷൻ മെറ്റൽ ആയിരിക്കും. അപ്പോൾ ഫോറസ്റ്റിലും 3Dയിലായിരിക്കും ഇലക്ട്രോണെ ഫില്ല് ചെയ്യുക. 27 അല്ലേ, അപ്പോൾ ഫോറസ്റ്റിൽ 2 ഇടാം, 3Dയിൽ എത്ര എഴുതാം, 7 എഴുതാം. അപ്പോൾ ഇങ്ങനെ ആയിക്കോളൂ, 4s2 3d7 ഒറ്റയടിക്ക് എഴുതാം. 4s2 3d7 ഇങ്ങനെ എഴുതാം നേരെ. അപ്പോൾ മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണ്ട. 27 ആണെങ്കിൽ 27, ഇപ്പോൾ 26 ആണെങ്കിലോ 4s2 3d6, 28 ആണെങ്കിലോ 4s2 3d8 എന്ന് എഴുതാം. 2 8 അങ്ങനെയുള്ള ഫോമിൽ എഴുതാം. ഇത് M-ന്റെ ആണ്. M2+ അയോണിന്റെ ആണ് ചോദിച്ചേക്കുന്നത്. 2+ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താ, അതിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ കളഞ്ഞു എന്നാണ് മീനിങ്.
ഈ 2 ഇലക്ട്രോൺ എവിടെ നിന്നായിരിക്കും അപ്പോൾ ഇതിലായിരിക്കും കൺഫ്യൂഷൻ. ചിലർ അപ്പം തന്നെ സാറേ ഡി അല്ല ആദ്യത്തത്, അപ്പം ഡിയിൽ നിന്നായിരിക്കും ഇലക്ട്രോൺ പോകുക. അപ്പോൾ 2D 4s2 3D 5 എന്ന് എഴുതി വെക്കും. തെറ്റാ, അങ്ങനെ എഴുതരുത്. കാരണം ഏറ്റവും അവസാനം കിടക്കുന്ന ഷെല്ല് ഏതാ ഇപ്പോഴും 4s ആണ്. 4sൽ നിന്നും ഇലക്ട്രോണെ കളഞ്ഞിട്ട് വേണം 3Dയിലോട്ട് പോകാൻ. അപ്പോൾ M2+ എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഇലക്ട്രോണുകൾ ലൂസ് ചെയ്യേണ്ടത്, 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടാണ് 2+ ചാർജ് വരുന്നത്. ഇലക്ട്രോണുകളെ കളയേണ്ടത് 4sൽ നിന്നാണ്. ഓക്കെ, 4sൽ നിന്നാണ് കേട്ടോ. 4sൽ നിന്ന് കളയുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 4s 0 3D7 എന്നായിരിക്കും വരാം. 4sലുള്ള 2 ഇലക്ട്രോൺ കളഞ്ഞു. ഇനി 3 ഇലക്ട്രോണെയാണ് കളയുന്നത്. 4sൽ നിന്ന് 2 ഇലക്ട്രോണെ കളയാം. 1 ഇലക്ട്രോൺ എന്തിൽ നിന്നും കളയാം? 3Dയിൽ നിന്നും കളയാം. അപ്പോൾ M3+ എന്നാണ് വന്നിരുന്നെങ്കിൽ 4s2 പോയി 0 ആയി. 3Dന്ന് 1 ഇലക്ട്രോണെ കൂടി കളഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 3D6 എന്നായിട്ട് മാറും. ഓക്കെ, ഇവിടെ ഇപ്പോൾ M2+ അല്ല, അപ്പോൾ 2 ഇലക്ട്രോൺ കളഞ്ഞാൽ 3D7. ഇനി സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണവും കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ഇതിനെ എഴുതി കാണിക്കാം. ഓർബിറ്റിൽ നമ്മൾ വരയ്ക്കും. എടാ 3Dനെ ഇങ്ങനെ ആയിരിക്കും ഫില്ല് ചെയ്യുക. ഇതേടാ 3D ഫില്ല് ചെയ്യുമ്പില്ലേ നമ്മൾ ബോക്സ് ഇട്ട് 5D ഓർബിറ്റിൽ കാണിക്കും. ഇപ്പോൾ 7 ഇലക്ട്രോണാണ്. 1 2 3 4 5 5എണ്ണം 1 വെച്ച് ഫില്ല് ചെയ്തു. പിന്നെ പെയറിംഗ് നടക്കും അല്ലേ, 1 2 അങ്ങനെ 2 എണ്ണം ഫില്ല് ചെയ്തു. അപ്പോൾ ബാക്കി ഇനി എത്ര അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്? അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ മാത്രമേ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. M2+ൽ 3D7 ആണെങ്കിൽ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരാം. എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ? 3 അൺപെയർഡ് ഇലക്ട്രോൺ ആയിരിക്കും വരാം. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടു. അതിലൊരു ഇക്വേഷൻ ഉണ്ട്, മ്യൂവിന്റെ ഇക്വേഷൻ ആണ്. µs = എന്താ? √n × n+2 എന്ന് പറയും. പഠിച്ചിരിക്കുക സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ്. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 3 അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ n പകരം 3 ഇട്ട് കൊടുക്കുക. √3 × 3+2 3+2 5 ആണ്. √15 എന്നായിരിക്കും വരാം. ദാറ്റ് ഈസ് √15 എന്ന് പറഞ്ഞാൽ 3.87 BM ആയിരിക്കും കിട്ടുക. BM എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ ആണ്. അത് നമ്മുടെ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു വർക്ക് തരാം. ഇതേപോലെ തന്നെ M3+ അയോൺ വരെയാണെങ്കിൽ 3D6 എന്നായിരിക്കും വരാം. അങ്ങനെയാണെങ്കിൽ അതിൽ എത്ര അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കാം. അതേപോലെ µs ഒന്ന് കണ്ടുപിടിക്കാമോ? ഇതുപോലെ കണ്ടുപിടിച്ചിട്ട് എന്തായാലും കമന്റ് ചെയ്യുക കറക്റ്റായിട്ട്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. M3+ വരെയാണെങ്കിൽ Z = 27 തന്നെയാണ്. അപ്പോൾ M3+ വരുമ്പോൾ 4sൽ നിന്ന് 2 ഇലക്ട്രോൺ പോയി, 3Dയിൽ നിന്ന് 1 ഇലക്ട്രോൺ. എത്ര അൺപെയർഡ് ഇലക്ട്രോൺ വരും അത് വെച്ചിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ µsന്റെ വാല്യൂ നോക്കാം. ഓക്കെ, അതെന്തായാലും കമന്റ് ചെയ്യുക ആൻസർ കണ്ടുപിടിച്ചിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അതേടാ നോക്കിക്കോ. ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ കൂടി നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രാൻസിഷൻ മെറ്റൽസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. ഷോ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആൻഡ് മെനി ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽ അയോൺസ് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്. ഗീവ് റീസൺ ഫോർ ദി വേരിയബിലിറ്റി ഓഫ് ഓക്സിഡേഷൻ. ഓൾറെഡി പറഞ്ഞതാണ്, ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എന്താ ട്രാൻസിഷൻ മെറ്റൽസിൽ വേരിയബിലിറ്റി ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വ്യത്യാസം വരുന്നത് പെനാൾട്ടിമേറ്റ് D ഇലക്ട്രോൺസും അതുപോലെ S ഇലക്ട്രോൺസും റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് ദെയർ കമ്പയറബിൾ എനർജി. ഓൾറെഡി പറഞ്ഞതാണ്, അതിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലേ. ഇനി ഗീവ് നെയിം ദ 2 ടൈപ്സ് ഓഫ് മാഗ്നറ്റ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ബിഹേവിയർ ആണ് ഇവിടെ ഉള്ളത്? അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലും വരുന്നതാണ്. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പറയുന്നത് പാരാമാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു കാര്യമായിരിക്കും വരാം. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ല എങ്കിൽ അത് ഡയമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 മാഗ്നറ്റിക് നേച്ചർ ആണ് മെയിൻലി കാണിക്കുക. അൺപെയർഡ് ഇലക്ട്രോണുകൾ കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ഏതാ? മാഗ്നറ്റിസം ഏതാ? പാരാമാഗ്നറ്റിസവും. അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ഇവിടെ വരുന്നത് ഡയമാഗ്നറ്റിസം ആണ്. ഈ 2 മാഗ്നറ്റിസം ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മാഗ്നറ്റിക് ബിഹേവിയർ, പാരാമാഗ്നറ്റിക്കും ഡയമാഗ്നറ്റിക്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാരെ എന്തായാലും നോക്കിയേക്കാം. ഇപ്പോൾ മാഗ്നറ്റിക് ബിഹേവിയേഴ്സ് പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറന്നു പോകുന്നതാണ്. ഓർത്തിരിക്കുക, ഡയമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ട്രാൻസിഷൻ മെറ്റൽസിനെ ബേസ് ചെയ്ത് തന്നെയാണ്. നോക്കാം നമുക്ക്. ഇതിലൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ട്രാൻസിഷൻ മെറ്റൽസ് എലമെന്റ്സ് ആർ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, ശരിയാണ്. റൈറ്റ് എനി ഫോർ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ്. ഇവരുടെ ഏതെങ്കിലും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എഴുതുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ റൈറ്റ് എന്താ Cr2+ and Mn3+ are D4 configuration, but Cr2+ is reducing and Mn3+ is oxidizing. ഈ സാധനം ഇത് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ എക്സാമിന് ഈ സാധനം വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. കാരണം 2 പേർക്കും D4 കോൺഫിഗറേഷൻ വരുന്നുണ്ട്, Cr2+ ആയാലും Mn. പിന്നെ എന്തുകൊണ്ടാണ് ഒരാൾ റെഡ്യൂസിങ്ങും ഒരാൾ ഓക്സിഡൈസിങ് എന്നുള്ള ചോദ്യം? വൈ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ നമുക്ക് ഇതിലുണ്ട്, മെറ്റീരിയലുണ്ട്, ഒന്ന് നോക്കാം. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലാന്ത്രോയിഡ് എലമെന്റ്. ലാന്ത്രോയിഡ് എലമെന്റ് ഇതിൽ ഏതല്ല ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ആൻസേഴ്സ് നോക്കാം. 4 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്,
ദേ ആർ ഓൾ മെറ്റൽസ്, കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് പാരാമാഗ്നറ്റിക് ആണ്. ഇത്രയും മതി. ഇനി വേറെയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചേക്കുന്ന എല്ലാം പറയാം, അതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലും എനി ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ടുള്ളത് പഠിക്കാം. ഇനി CR2+ന്റെയും Mn3+ന്റെയും കാര്യം ചോദിച്ചില്ലേ, അത് ഒറ്റയടിക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്റ്റെബിലിറ്റിയുടെ കാര്യമാണ്. അതായത് CR3+ എന്ന് പറയുന്നതും Mn2+ എന്ന് പറയുന്നതും എക്സ്ട്രാ സ്റ്റേബിളാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, ആ ഒരു റെഡ്യൂസിങ് നേച്ചറും ഓക്സിഡൈസിങ് നേച്ചറും കാണിക്കുന്നത്. സോ ഇത്ര കാര്യം എഴുതിയാൽ ഡ്യൂ ടു ദ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് CR3+ ആൻഡ് Mn2+ അയോൺസ്. കൂടുതൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പറയാം, പക്ഷെ അതിന്റെ കാര്യമില്ല. ഒരു മാർക്കിനൊക്കെ ചോദ്യമാണെങ്കിൽ ഇത്രയും കാര്യം എഴുതിയാൽ മതി. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് CR3+ ആൻഡ് Mn2+ അയോൺസ് അത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ മാർക്കിലോട്ട് എത്താം. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നോക്കിയപ്പോൾ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത് ഏതാണ് ഇതിലെ ലാന്ത്രനോഡ് അല്ലാത്ത ആളെന്നാണ്. അതിൽ ലാന്ത്രനോഡ് അല്ലാത്തത് തോറിയം എന്ന് പറഞ്ഞ ആളാണ്. ദാറ്റ് ഈസ് ആൻ ആക്ടിനോയിഡ് കേട്ടോ. ആക്ടിനോയിഡ്സിൽ വരുന്നതാണ്. സീറിയം, ലുട്ടീഷ്യം, ലൊറൻഷ്യം ഒക്കെ എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ആൾക്കാരാണ് കേട്ടോ. നമ്മുടെ ലാന്ത്രനോയിഡ്സ് ആണ്. തോറിയം എന്ന് പറയുന്ന ആക്ടിനോയിഡുകൾ വരുന്നതാണ്. ലാസ്റ്റത്തെ സീരീസ് നമ്മുടെ യുറേനിയത്തിനൊക്കെ ഒപ്പം വരുന്നതാണ് തോറിയം. അപ്പോൾ അത് ആക്ടിനോയിഡാണ്. നോക്കിയേക്കാം കേട്ടോ. ഇനിയാണ് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പറയുന്ന പോലെ തന്നെ എപ്പോഴും ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് KMnO4ന്റെ കാര്യം. പ്രിപ്പറേഷൻ 3 മാർക്കിനായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോഴത്തേക്കും രണ്ട് കാര്യങ്ങളാണ്. ഹൗ വിൽ യു പ്രിപ്പയർ KMnO4 ഫ്രം MnO2? ഇതാണ് ക്വസ്റ്റ്യൻ. MnO2 KMnO4 MnO2ൽ നിന്നും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചോദിക്കുക. സോ ആൻസർ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക. ഇവിടെ നോക്കാം നമുക്ക്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പൈറോലുസൈറ്റ് ഓർ ആണ് നമ്മൾ എടുക്കുക. MnO2 എന്ന് പറയുന്ന സാധനം അതിനെ നമ്മൾ പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് മാറ്റും. K2MnO4 ആയിട്ട് മാറ്റും. സോ 2MnO2 + 4KOH + O2 gives 2K2MnO4 + 2H2O. ഒറ്റ കാര്യം നോക്കിയാൽ മതി. ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ചെയ്യുമ്പോൾ പൊട്ടാസ്യം മാംഗനേറ്റ് ആയിട്ട് മാറുമ്പോൾ ബാലൻസിങ് എന്ന് പറയുന്ന സാധനം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പ്രോഡക്റ്റുകൾ കറക്റ്റായിട്ട് എഴുതിയാൽ മതി. MnO2 + KOH + O2 gives K2MnO4 + H2O എന്നുള്ള ഫോമിൽ. ബാലൻസിങ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഹെഡിങ് എഴുതാം, റിയാക്ഷൻ എഴുതാം. ഇനി ഹെഡിങ് എഴുതാനും ബുദ്ധിമുട്ടാണെങ്കിൽ റിയാക്ഷൻ പക്കയായിട്ട് എഴുതിയാൽ മതി. മാർക്കിലോട്ട് എത്താനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ 2 രീതിയിൽ ഇതിനെ ചെയ്യാനായിട്ട് പറ്റും. മാംഗനേറ്റ് അയോണെ പെർമാംഗനേറ്റ് അയോണായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഒന്ന് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് ആസിഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും. സാർ കാണിച്ചോ, മാംഗനേറ്റ് അയോണെ നമുക്ക് പെർമാംഗനേറ്റ് അയോണായിട്ട് മാറ്റാൻ. MnO4 - + 4H + gives 2MnO4 - + MnO2 + 2H2O. ഇല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഇലക്ട്രോളിറ്റിക് റിഡക്ഷൻ നടത്താം. അപ്പോൾ MnO4 2- ഡയറക്ട്ലി MnO4- ആക്കി മാറ്റാൻ പറ്റും. പെർമാംഗനേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി പ്രിപ്പറേഷൻ പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ വരയ്ക്കാനുള്ള 2 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. സ്ട്രക്ചർ വരയ്ക്കാൻ ഒന്നില്ലെങ്കിൽ ക്രോമേറ്റ്, അല്ലെങ്കിൽ ഡൈക്രോമേറ്റ്, അല്ലെങ്കിൽ പെർമാംഗനേറ്റ്, അല്ലെങ്കിൽ മാംഗനേറ്റ്. അപ്പോൾ സ്ട്രക്ചേഴ്സും പ്രോപ്പർട്ടി അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായാലും എക്സാമിന് ഉണ്ടാവും. പഠിച്ചിട്ട് തന്നെ പോവുക. ഉറപ്പിച്ചോ നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും. അത് എഴുതുന്ന സമയത്ത് നോക്കാം, ഇത് സാറ് പറഞ്ഞ സാധനമുള്ളോ, ഇക്വേഷനുകൾ ഇത് എഴുതാം. അപ്പോൾ എന്തായാലും നോക്കിയേക്കാം. ഒപ്പിട്ട് തരാൻ ഞാൻ അത് എന്തായാലും ചോദിച്ചിരിക്കും ഒരെണ്ണം കേട്ടോ. നോക്കിയേക്കാം. സോ സ്ട്രക്ചേഴ്സും പഠിക്കുക. ക്രോമേറ്റിനെ ഡൈക്രോമേറ്റിനെയും സിമ്പിൾ ആണ്. ക്രോമേറ്റ് എന്ന് പറഞ്ഞാൽ ടെട്രാഹീഡ്രൽ സ്ട്രക്ചർ ആണ് അതിന്റെ വരാം. അപ്പോൾ CR വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈപോഡിന്റെ 3 കാല് പോലെ ആയിരിക്കും ഇരിക്കുക. ഓക്കെ, ദെൻ മുകളിലോട്ട് ഒരു ഓക്സിജൻ, ദെൻ 2- ആയിടാ ക്രോമേറ്റ്. CrO4 2- ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തേക്കുന്നത്. ഡൈക്രോമേറ്റ് വരുമ്പോഴത്തേക്കും 2 തുമ്പികൾ ഇങ്ങനെ, തുമ്പിയുടെ ഇത് ഇങ്ങനെ വിരിച്ച് വെച്ചേക്കണ മാതിരിയാണ് ഇരിക്കുക. നടുക്ക് ഓക്സിജൻ, CR 2 നമ്മുടെ ചിറക്. ഓക്കെ, അങ്ങനെയായിരിക്കും. മറ്റേ പക്ഷിയൊക്കെ ഇരിക്കൂല, അതേപോലെയാണ് ഇരിക്കുക. ഇപ്പോൾ ഓക്സിജൻ ഉണ്ട്. അതിന്റെ ബോണ്ട് ആംഗിളും ബോണ്ട് ലെങ്ത്തും ഒന്ന് നോക്കിയേക്കാം. ബോണ്ട് ആംഗിൾ എഴുതുകയാണെങ്കിൽ എഴുതാം 120 ഡിഗ്രി ആണ്. അതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കാണിക്കാം. ആൻഡ് ഫൈനലി ചാർജ് CR2O7 2- എന്നുള്ള ചാർജ് എഴുതിക്കോളാം. ചാർജ് എഴുതുമ്പോൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം ഔട്ട്സൈഡ് ചാർജ് എഴുതാനായിട്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഞാനത് ഫുള്ളായിട്ട് ഒരുമിച്ചായിരിക്കും നിങ്ങൾക്ക് പറയാതെ. ലാസ്റ്റ് ആൻഡ് ദി ഫൈനൽ വൺ, ദാറ്റ് ഈസ് ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ. ഞാൻ ഈ ചാപ്റ്ററിൽ നിന്നും D&Fൽ നിന്ന് നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടാലും ഈ ഒരു കാര്യം വിട്ടു പോകരുത്. കാരണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ എന്തായാലും എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. വിട്ട് കളയരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ അതിൻ്റെ റീസൺ, അല്ലെങ്കിൽ ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ അതിൻ്റെ കോൺസിക്വൻസ്, ഇങ്ങനെയുള്ള ഫോമിൽ എന്തായാലും ചോദിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ ആൻഡ് ഗീവ് റീസൺ ഫോർ ഇറ്റ് ആൻഡ് റൈറ്റ് എനി 2 കോൺസിക്വൻസസ്. ഇതിന്റെ ഏതെങ്കിലും കുറച്ച് റിസൾട്ടുകൾ എഴുതാനായിട്ടാണ് പറഞ്ഞത്. ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ മൂലം ഉണ്ടാവുന്ന കാര്യങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ എന്താ ലാന്ത്രനോയിഡ് കോൺട്രാക്ഷൻ എന്നുള്ളത് ഇത്രയേ ഉള്ളടാ. ലാന്തനോയിഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലാന്തനൈഡുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമലി അവരുടെ സൈസ് കൂടി വരേണ്ടതാണ് ചെയ്യേണ്ടത്. ബട്ട് ആക്ച്വലി
അവരുടെ സൈസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ് ഇസ് എ റെഗുലർ ഡിക്രീസ് ഇൻ ദ റേഡിയൈ അലോങ് ദി ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. റെഗുലർ ഡിക്രീസ് ഇൻ ദ ആറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ അലോങ് ദി ലാന്തനോയിഡ് സീരീസ്. ഇതിനെയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. റീസൺ എന്ന് പറയുന്ന ഇത്രയേ ഉള്ളടാ. കാരണം ലാന്തനോയിഡ്സിലോട്ട് വരുമ്പോൾ 4f എന്ന് പറഞ്ഞ സബ്ഷെല്ല് വരുന്നുണ്ട്. ഈ 4f ഭയങ്കര വലിയ സബ്ഷെല്ലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 4f ഭയങ്കര വലിയ ഷെല്ലായതുകൊണ്ട് ഇതിന് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ന്യൂക്ലിയർ ചാർജിനെ പിടിച്ചു നിർത്താൻ പറ്റൂല. ഇപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്ന വെച്ചാൽ പുറത്ത് കിടക്കുന്ന ഇലക്ട്രോണൊക്കെ നല്ലോണം കിട്ടുന്നുണ്ടാവും. ഇത് വന്നൊന്നും ബ്ലോക്ക് ചെയ്യണില്ല, സ്ക്രീൻ ചെയ്യണില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഡിഫ്യൂസ് ഷേപ്പായി. ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രോപ്പർ ആയിട്ടുള്ളൊരു ഷേപ്പ് അല്ല, ഭയങ്കര വലിയ ഷേപ്പാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഈസി ആയിട്ട് പിടിച്ചു വലിച്ചു നിർത്താനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ഇലക്ട്രോണുകളെ ക്ലോസ് ആയിട്ട് പിടിച്ചു വലിച്ചു നിർത്തും. അങ്ങനെ ഇൻപെർഫെക്റ്റ് ഷീൽഡിംഗ് ഉള്ളതുകൊണ്ട് ന്യൂക്ലിയർ ചാർജിനെ നമ്മുടെ 4f പിടിച്ചു നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഇലക്ട്രോണുകളെ അടുത്തോട്ട് ഈസി ആയിട്ട് ന്യൂക്ലിയസ് പിടിച്ചു വലിച്ചു നിർത്തും. അതാണ് അവിടുത്തെ റീസൺ വരാം. സോ ഡ്യൂ ടു ദ ഡിഫ്യൂസ് ഷേപ്പ് ദ എഫ് ഓർബിറ്റൽസ് ഹാവ് പുവർ ഷീൽഡിംഗ് എഫക്ട്. പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് വരാം. സോ ന്യൂക്ലിയസ് കാൻ അട്രാക്ട് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ സ്ട്രോങ് റേഡിയൈ ഡിക്രീസസ്. എടാ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്നുള്ള കാര്യമാണ് അവിടെ വരേണ്ടത്. ഇവിടെ ഹാവ് എ ഷീൽഡിംഗ് എഫക്റ്റ് എന്നുള്ളൂ, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്നാണ് വരുന്നത്. സോ ന്യൂക്ലിയസ് ക്യാൻ അട്രാക്ട് ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ സ്ട്രോങ്ലി ആൻഡ് ആസ് എ റിസൾട്ട് റേഡിയൈ ഡിക്രീസസ്. ഇനി അതാണ് അതിന്റെ റീസൺ. അല്ലെങ്കിൽ 1 മാർക്കിന് പെട്ടെന്ന് എഴുതാനാണെങ്കിൽ ഡ്യൂ ടു ദ ഡിഫ്യൂസ് ഷേപ്പ് എഫ് ഓർബിറ്റൽസ് ഹാവ് എ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്നുള്ളതാണ് റീസൺ. അത്രയും ഫസ്റ്റ് സെന്റൻസ് മാത്രം എഴുതി വെക്കുക. എടാ ഹാവ് എ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് തന്നെ എഴുതാം. അതിൽ നോക്കിയേക്കാം, പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് വേണ്ടത്. ഇനി കോൺസിക്വൻസസ് നോക്കാം. കോൺസിക്വൻസസ് 3 കോൺസിക്വൻസസ് ആണ് നമ്മൾ പഠിക്കുക. അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ ട്രാൻസിഷൻ സീരീസിന് ഒരേപോലത്തെ സിമിലർ റേഡിയൈ ആയിരിക്കും വരാം. നമ്മുടെ സിർക്കോണിയത്തിന്റെ ഹാഫ്നിയത്തിനെയും പറഞ്ഞില്ലേ നേരത്തെ, ZR ആൻഡ് HF ഹാവ് സിമിലർ റേഡിയൈ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയേക്കാം. അത് ഈ ഒരു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ഓൾസോ. സിമിലർ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. സോ ദെയർ ഐസൊലേഷൻ ഈസ് ഓൾസോ ഡിഫിക്കൽട്ട്. എടാ ഈ സാധനം കൂടി ചോദിക്കും കേട്ടോ. ദെയർ ഐസൊലേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. ലാന്തനോയിഡ്സിന് വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ദേ ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് എഴുതാം. ലാന്തനൈഡ്സ് ഹാവ് സിമിലർ പ്രോപ്പർട്ടീസ് ബിക്കോസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. സോ ദെയർ ഐസൊലേഷൻ ഈസ് ഡിഫിക്കൽട്ട് എന്നുള്ള രീതിക്ക് പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള എക്സാമിന് ചോദിച്ചാൽ അത് എഴുതാനായിട്ടാണ് നീ. ഒറ്റ കാര്യം കൂടിയുണ്ട്, ബേസിസിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് ബേസിസിറ്റി ഇൻക്രീസസ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്സ്. ഹൈഡ്രോക്സൈഡ്സും ഓക്സൈഡ്സും വളരെ ബേസിക് നേച്ചറുള്ള ആൾക്കാരായിട്ട് വരണം. അത് ഈ ഒരു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അതാണ് തേർഡ് പോയിന്റ് ആയിട്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ 2 പോയിന്റുകളാണ് പഠിക്കേണ്ടത്. കോൺസിക്വൻസസ് എന്തായാലും നോക്കിയേക്കാം, മസ്റ്റ് എന്തായാലും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഈ ഒരു ഡി ബ്ലോക്ക് എലമെന്റുകളിൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ 4 ചാപ്റ്ററുകൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് നോക്കിയായിരുന്നു. സെക്കൻഡ് ചാപ്റ്റർ അതേപോലെ തന്നെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് നോക്കി. ഈ 2 എണ്ണം നമ്മൾ നോക്കി, ഇലക്ട്രോ കെമിസ്ട്രിയും അതുപോലെ DNF. നല്ല അടിപൊളിയായിട്ട് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പഠിച്ചിട്ട് പോവാ. കാരണം നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. എക്സാമിന് മസ്റ്റ് ആയിട്ടും കുറേ ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്യാത്തതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടത് കറക്റ്റ് പോർഷൻസ് ഏതൊക്കെയാണോ ക്വസ്റ്റ്യനുകൾ എന്നുള്ളത് അത് മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. കുറേ ചോദ്യങ്ങൾ തന്നിട്ട് ഇതെല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതില് നമ്മൾ വളരെ സമ്മപ്പ് ചെയ്ത് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നേക്കുന്നത്. എന്തായാലും പഠിക്കാം, ക്ലിയർ ആയിട്ട് ചെയ്യാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നമ്മുടെ ന്യൂട്ടൺസിന്റെ ഭാഗത്ത് നിന്ന് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാം. എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണം. ന്യൂട്ടൺസിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. എന്തായാലും ചെയ്ത് ഓക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരാം കേട്ടോ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.